താനൂർ കടപ്പുറത്ത്, പരപ്പനങ്ങാടി കടപ്പുറത്ത്, ഉണ്ണിയാൽ കൂട്ടായി പറവണ്ണ കടപ്പുറത്ത്, പൊന്നാനി കടപ്പുറത്തൊക്കെ റബ്ബിൻ്റെ സഹായത്താൽ, കോഴിക്കോട് കടപ്പുറത്ത്, തലശ്ശേരി കടപ്പുറത്ത്, ഇങ്ങനെ തിരുവനന്തപുരം കടപ്പുറത്തൊക്കെ ഞാൻ അള്ളാഹിൻ്റെ സഹായത്താൽ പ്രസംഗിച്ചിട്ടുണ്ട്. കടപ്പുറം നിവാസികൾ വളരെ നിഷ്കളങ്കരായ മനുഷ്യന്മാരാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്നവർ പരമാവധി ആളുകൾ ഹലാലായ ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ ചില ആളുകൾ ലൈന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അപൂർവം, അങ്ങനെയൊന്നല്ലാതെ കടലിലെ മത്സ്യം എന്ന് പറഞ്ഞാൽ ഹുവ തൊഹൂറു മാഉഹു വൽ ഹില്ലു മൈതത്തുഹു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതിലെ വെള്ളം തൊഹൂറുമാണ്, അതിലെ ശവം ഹലാലുമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഹലാലായ മുതലാണ് കടലിലുള്ളത്. അതിൽ നിന്ന് കഴിക്കുന്ന ആളുകൾ അത് റാഹത്തായ ഭക്ഷണമാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവിടെ മീൻ കറി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മീൻ തന്നെ കഴിച്ചു. കാരണം താനൂർ കടപ്പുറത്ത് വന്നിട്ട് മീനല്ലാത്തൊരു കാര്യം കഴിച്ചാൽ പോലും മീനിൻ്റെ ഭാഗത്തു നിന്നൊരു കുരുത്തക്കേട് സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ട് ചോറ് കഴിക്കുന്ന സ്ഥാനത്തും ഞാൻ മീനാണ് കഴിച്ചത്. കാരണം ശുദ്ധമായ മീനാണ്. അതിന് താനൂർ കടപ്പുറം കേളി കേട്ട സ്ഥലമാണ്. ജനങ്ങൾ ഏത് കടപ്പുറത്തുകാരും നല്ല മനുഷ്യന്മാരാണ്. അടിസ്ഥാനപരമായി നല്ല മനുഷ്യന്മാരാണ്. എല്ലാവരും നല്ലവരാണ്. വളവ് തിരിവൊന്നും അറിയാത്ത ആളുകളായതുകൊണ്ട് പല ആളുകളും അവരെ പറ്റിക്കും. കടപ്പുറത്ത് എപ്പോഴും ചൂഷണങ്ങൾ നടക്കും. അതിന് കാരണം കടപ്പുറത്തുകാർക്ക് വിളവറിയില്ല, പാവങ്ങളാണെന്നതാണ്. അതൊരടിസ്ഥാന സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ വന്നപ്പോൾ അവർ കടപ്പുറത്താണ് ഏകദേശം ഇറങ്ങി താമസിച്ചതും മരിച്ചതും കടപ്പുറത്താണ്. അത് നമ്മൾ കൊടുങ്ങല്ലൂർ മുതലാണ്. കൊടുങ്ങല്ലൂർ കടപ്പുറത്താണ് കൊടുങ്ങല്ലൂർ പള്ളി. ആ പള്ളിയുടെ മുത്തളത്തിൽ ബഹുമാനപ്പെട്ട സ്വഹാബികൾ വഫാത്തായി കിടക്കുന്നുണ്ട്. ഏതാണത്? കടപ്പുറമാണ്. കൊടുങ്ങല്ലൂർ കടപ്പുറത്ത് സ്വഹാബികൾ വഫാത്തായി കിടക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂർ, ഇത് താനൂരാന്ന് എനിക്കറിയാം. കൊടുങ്ങല്ലൂരും ഉണ്ട്. കൊടുങ്ങല്ലൂരുണ്ട്. ഇവിടെ മാത്രമല്ല, കൊടുങ്ങല്ലൂരും ഉണ്ട്. അതാണ് പറഞ്ഞത് വായന. കോഴിക്കോട് കടപ്പുറത്ത് ബഹുമാനപ്പെട്ട തമീമുദ്ദാരി അൽ അൻസാരി വഫാത്തായി കിടക്കുന്നുണ്ട്. പ്രഗത്ഭ സ്വഹാബിയാണ്. കടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് വെള്ളം അടിച്ചാൽ, കടലിലേക്ക് പാറക്കല്ലിൽ വെള്ളം അടിച്ചാൽ അതിൻ്റെ ആ ചീറ്റി വരുന്ന വെള്ളത്തിൻ്റെ തുള്ളികൾ ഇങ്ങോട്ടെത്തും. അത്ര അടുത്താണ് ബഹുമാനപ്പെട്ട തമീമുദ്ദാരി അൽ അൻസാരി റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. ഇപ്പുറത്ത് കടപ്പുറത്ത് വീണ്ടും സ്വഹാബികൾ, ബദരീങ്ങളായ സ്വഹാബി റാഫി, റിഫാ, ഖതാദ എന്ന 3 സ്വഹാബികൾ കടപ്പുറത്ത് കിടക്കുന്നുണ്ട് എന്നും കാണാം. കുറച്ചും കൂടെ വടക്കോട്ട് പോയാൽ ബഹുമാനപ്പെട്ട മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബികൾ വന്നവരെല്ലാം കടപ്പുറത്ത് തന്നെ തിരിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. കടപ്പുറത്തുനിന്ന് അവർ ദൂരം വല്ലാതെ ഒന്നും പോയില്ല. ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ ഹലാലായ ഭക്ഷണം കഴിക്കണമെന്ന് നബി അവരെ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നും ഇന്നും ഹലാലായ ഭക്ഷണം ഒരാൾ കഴിക്കാൻ എളുപ്പത്തിൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ പറ്റിയൊരു കടപ്പുറമാണ്. അപ്പം ആ നിലക്കെല്ലാം കടപ്പുറം എന്നതുകൊണ്ട് നന്നാകാൻ ഇത്രയേറെ എളുപ്പത്തിൽ നല്ല ഒരു നാട് കടപ്പുറം പോലെയില്ല. നന്നാകാൻ ഇത്രത്തോളം നല്ല ഒരു സ്ഥലം കടപ്പുറം പോലെയില്ല. എളുപ്പത്തിൽ കടപ്പുറത്തേക്ക് നന്നാകാൻ കഴിയും. എന്തുകൊണ്ട്? കടപ്പുറക്കാരെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ കടലാണ്. ഇതിനേക്കാൾ വലിയ ഒരു ദൃഷ്ടാന്തമില്ല. ഏറ്റവും വലിയ ദൃഷ്ടാന്തം അള്ളാഹുവിൻ്റെ കടലാണ്, അള്ളാഹിൻ്റെ ബഹറാണ്. ആ ബഹറിലേക്ക് നോക്കിയാൽ നന്നാവേണ്ടവർക്കൊക്കെ നന്നാവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നാവുന്നവർ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ബഹറിനെ പറ്റി പറഞ്ഞടുത്ത് എന്താ ഹബീബായ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? മാമിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹറു യശ്രിഫു ഫീഹാ സലാസ മർറാത്തിൻ. എല്ലാ രാത്രിയും കടൽ 3 വട്ടം അള്ളാഹുവോട് സമ്മതം ചോദിക്കും അത്രേ.
ആദമിൻ്റെ മക്കളെ മേൽ ഞാൻ ഒറ്റ തേവലാണ് തേവിക്കോട്ടെ, ഒരു നക്കലാണ് നക്കിക്കോട്ടെ എന്ന് എല്ലാ രാത്രിയിലും കടൽ അള്ളാഹുവോട് 3 വട്ടം സമ്മതം ചോദിക്കോത്രേ. അതായത് ഞാനൊന്നാണ് കയറിക്കോട്ടെ അല ഉസ്വാത്തി ബനി ആദം. കള്ളു കുടിച്ചും വ്യഭിചരിച്ചും തോന്യാസം ചെയ്തും കിടക്കുന്ന മനുഷ്യരുടെ മേൽ ഞാൻ ഒറ്റ കയറ്റൊന്ന് കയറിക്കോട്ടെ റബ്ബേ, നിനക്ക് എതിര് ചെയ്യുന്ന ഈ കടപ്പുറത്തേക്ക് ഈ കിടക്കുന്ന മനുഷ്യന്മാരെ ഞാൻ ഒറ്റ കയറ്റാണ് കയറിക്കോട്ടെ റബ്ബേ എന്ന് എല്ലാ രാത്രിയിലും കടൽ അള്ളാഹുവോട് പറയും. 3 വട്ടം സമ്മതം ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഫയകുഫുഹുല്ലാഹു ബിമന്നിഹി വകറമിഹി. ഈ ഹദീസ് ഇമാം അഹ്മദ് തങ്ങൾ തൻ്റെ മുസനദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഒക്കെ സനദോടുകൂടിയാ പറയണ, ഒന്നും വർത്താനം പറയില്ല. അപ്പോൾ അല്ലാഹു തആല പറയും അത്രേ, നിൽക്ക് കേറല്ലേ കടലേ, സമയമാവുമ്പോൾ ഞാൻ പറയാം, നിൽക്കവിടെ, അടങ്ങവിടെ, കടലേ അടങ്ങ്, കയറാനായിട്ടില്ല അടങ്ങ്. നമ്മൾ മൂടി പുതച്ചുറങ്ങുന്ന അല്ലെങ്കിൽ കള്ള് കുടിച്ചുറങ്ങുന്ന പല ആളുകളും രാത്രികൾ ചിരിക്കണം, ഇങ്ങോട്ട് നോക്കി ഇന്ന് എന്നെയാണ് നോക്കണ്ടത്, ഞാനാണ് ഇവിടുത്തെ ആള്. വളരെ നമ്മൾ ചിന്തിക്കണം. ഇതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ആ രാത്രി 3 വട്ടെങ്കിലും കടൽ അള്ളാഹിനോട് പറയുന്നുണ്ട്, അല്ലാഹ് ഞാൻ കയറട്ടെ, ഞാൻ അടിക്കട്ടെ, ഞാൻ ഇവരെ ഒറ്റ നക്കൽ നക്കിയാൽ നേരെ ബിരിമാറിലേക്ക് ഒറ്റ പിടുത്തൽ പിടിച്ചാൽ ഒന്നില്ലാതെ നേരെ കടലിലേക്ക് ഇടട്ടെ ഞാൻ. ഫയകുഫുഹുല്ലാഹു ബിമന്നിഹി വകറമിഹി. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഔദാര്യം കൊണ്ടും അള്ളാഹു കടലിനെ തടഞ്ഞു വെച്ചത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒന്നിന് കള്ളുടിച്ച് കടപ്പുറത്ത് കിടക്കാൻ കഴിയില്ലാന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് വളരെ വ്യക്തമായ സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നന്നാകണം എന്നുള്ള ആളുകൾക്ക് കടൽ പോലെ ഒരു അധ്യാപകനില്ല. എവിടേക്കും പോകണ്ടല്ലോ, നേരെ നോക്കിയാൽ മതി, കടലാണ്. ഈ ദുനിയാവിലെ മഹാത്ഭുതം എന്നത് ഈ ബഹ്റാണ്. അത് മഹാത്ഭുതമാണ്. മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ എത്ര ആയത്താണ് ബഹ്റിനെ പറ്റി ഖുർആനിലുള്ളത്? എത്ര ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിൽ ബഹ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? അപ്പം നമ്മൾ ചിന്തിക്കണം, നന്നാക്കണം എന്നുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അസംഘടിതരായി നിന്നിരുന്ന ജനങ്ങൾക്ക് ഒരു സംഘടനാ ബോധമുണ്ടാക്കിയത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിന് കഴിഞ്ഞു. ഇപ്പോൾ അത് വലിയൊരു സംഭവമായി അവർ തന്നെ ഏറ്റെടുത്തു. ഇനി അതിനേക്കാൾ വിപുലീകരിക്കപ്പെടും. അൽഹംദുലില്ലാ. അതെന്തുകൊണ്ട് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒരു ജനതയുടെ നന്മയാണത്. അല്ലെങ്കിൽ കഴിയൂല, അല്ലെങ്കിൽ ആർക്കും കഴിയില്ല. ഒരു മൂല്യരല്ല 100 മൂല്യരെന്നൊരു കാര്യമല്ല. മൂല്യർക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂല്യരെ കഴിവ് മാത്രമല്ല, മൂല്യരെ കഴിവ് തന്നെ. പക്ഷെ വലിയ കഴിവ് ജനങ്ങൾ അനുസരണ ബോധമാണ്. അങ്ങനെ തന്നെയല്ലേ? ജനങ്ങൾക്ക് അനുസരണ ഇല്ലെങ്കിൽ ഒരു താനൂരിലെ മൂല്യരല്ല, അമേരിക്കയിലെ മൂല്യരല്ല, മക്കത്തെ മൂല്യം നോക്കിയിട്ടും കാര്യമല്ല. ജനങ്ങൾക്ക് അനുസരണ അല്ലെങ്കിൽ നന്നാക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ പറഞ്ഞ ഉസ്താദ് തന്നെ പറഞ്ഞു, അൽഹംദുലില്ലാ, അസംഘടിതരായി നിന്നിരുന്ന ജനങ്ങൾക്കിടയിൽ ഒരു പണി കൊടുത്തു, അവരെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് ചില പ്രവർത്തനങ്ങൾ ചെയ്തു. അപ്പം അതിന് വല്ലാത്ത ഒരു റിസൾട്ട് അതിന്മേലുണ്ടായി എന്ന് പറഞ്ഞു. ഇത് വെറുതെ ഉള്ള ഒരു വാർഷികാഘോഷ പരിപാടിയല്ല എന്നും അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. എന്നോടും അദ്ദേഹം അത് വ്യക്തിപരമായും പറഞ്ഞു. ഒരു വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാൻ കഴിഞ്ഞത് എന്തുകൊണ്ട്? നാട്ടുകാരുടെ അടിസ്ഥാനപരമായ നന്മയാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാ, താനൂർ കടപ്പുറത്തിന് വേറെയും പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ഔലിയാക്കന്മാർക്കെല്ലാം താനൂർ കടപ്പുറം വളരെ ഇഷ്ടപ്പെട്ട കടപ്പുറം. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ദൈനംദിന കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ആരിഫീങ്ങളും ഔലിയാക്കളും ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. തീപിടുത്തം വന്നപ്പോൾ മൗലിദ് നടപ്പിലാക്കാൻ കൽപ്പിച്ചത്, മനസ്സിലാവണില്ലേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദിയാണ് റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം.
19-ാം നൂറ്റാണ്ടിൽ ലോകം മലയാളക്കര കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ മഹാനാണ് കാക്കത്തറ തറവാട്ടിലെ ബഹുമാനപ്പെട്ട വെളിയൻകോട് ഉമർ ഖാളി. ചെറിയ ആളൊന്നുമല്ല, വലിയ മഹാനാണ്. ആ മഹാൻ ഈ നാടുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. പിൽക്കാലഘട്ടത്തിലെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് എന്ന് മാത്രമല്ല, സമസ്തയുടെ RC ഓണർ എന്ന് പറയാവുന്ന ആള് ബഹുമാനപ്പെട്ട അത് വേറെ ആരുമല്ല, അത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. വേറുള്ളവരെ എല്ലാം പാങ്ങക്കാരൻ സംഘടിപ്പിച്ചതാണ്. വേറുള്ളവരൊക്കെ വലിയവരൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പാങ്ങക്കാരൻ ബലക്കൂട്ടിയതാണ്. അത് ചരിത്രം പഠിച്ചാൽ ശരിക്കും മനസ്സിലാവും. സമസ്തയുടെ പിതാവ് എന്ന് പറയാൻ ഒരാൾക്ക് അവകാശം ഉണ്ടെങ്കിൽ അത് പാങ്ങക്കാരനാണ്. അത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. നവറല്ലാഹു മർഖദ. പാങ്ങിൽ അഹമ്മദ് മുട്ടി മുസ്ലിയാർക്ക് ദാഹിച്ചവന് പച്ചവെള്ളത്തെ പോലെ ഇഷ്ടമായിരുന്നു താനൂർ കടപ്പുറം. അത്രയും ഇഷ്ടമായിരുന്നു താനൂര്. ബഹുമാനപ്പെട്ട താനൂർ അൽ-ഇസ്ലാഹ് അദ്ദേഹം സ്ഥാപിക്കുമ്പോൾ മിസ്റിൽ നിന്നും യമനിൽ നിന്നും സുഡാനിൽ നിന്ന് വരെ മുത്തഅല്ലിമീങ്ങളെ താനൂർക്കാർ പോറ്റിയിട്ടുണ്ട്. 928 40,000 വെള്ളി ഉറുപ്പിയക്കാണ് താനൂർക്കാർ കെട്ടിടം ഉണ്ടാക്കി കൊടുത്തത്. താനൂരിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ചെറിയ ചരിത്രമല്ല, വലിയൊരു സംഭവമാണ്. അപ്പൊ ഞാൻ അതൊന്നും നീട്ടി പറയുന്നില്ല. ഞാൻ ഈ നാടിനെ എനിക്ക് അറിയും എന്ന് പറയാണ്. ഈ നാട്ടുകാരൻ നന്മയും എനിക്കറിയും. ഈ നാട്ടുകാർ നല്ല മനുഷ്യന്മാരാണെന്ന് എനിക്കറിയും. പിന്നെ പൊതുവെ കടപ്പുറത്തുകാർ വളരെ നന്മയുള്ള ആളുകളാണെന്നും എനിക്കറിയും. അതിനെല്ലാം അടിസ്ഥാനപരമായൊരു കാരണം ഞങ്ങളോട് പറഞ്ഞു. എന്താ അടിസ്ഥാന കാരണം? യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലു സ്വാലിഹ. നല്ലത് തിന്നവർക്ക് മാത്രമേ നല്ലത് ചെയ്യാൻ കഴിയുള്ളൂ. എപ്പോഴും തിന്നത് നല്ലതാവണം. നല്ലതാ പറഞ്ഞാൽ ബിരിയാണി, മന്തി അതൊക്കെ തിന്നാന്നല്ല പറഞ്ഞതിൻ്റെ വായന. അങ്ങനെയാണ് ഇപ്പോൾ കുറേ ആളുകൾ മാന വെക്കണത്. ബിരിയാണി തിന്നാൻ അങ്ങനെയൊന്നും അല്ല എൻ്റെ വായന. എൻ്റെ മാന തിന്നത് കുറച്ചാണെങ്കിൽ അത് ഹലാലായ മുതൽ തിന്നുക. ഹലാൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനൊരു ഹലാലില്ല. ഇത് അള്ളാൻ്റെ മുതലാ. അത് അള്ളാൻ്റെ മുതലാ. നേരിട്ട് പിടിക്കുക. അവിടുന്ന് വഴുതി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. അവിടുന്ന് ഭക്ഷണമാണെങ്കിൽ പേടിക്കാനോ വേണ്ട. അവിടുന്ന് ഭക്ഷണമാണെങ്കിൽ പേടിക്കണ്ട. മഴ പെയ്യുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴത്ത് നിന്ന് മഴ കൊണ്ടിരുന്നതായി ഹദീസിൽ കാണാം. എന്താണ് ഇതിന് ഹബീബായ നബി പറയുന്ന കാരണം? സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയത്ത് ഇറങ്ങി നിന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ മഴ കൊള്ളും. മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ഹബീബിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ മഴ റസൂലുള്ള കൊള്ളാൻ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരു കാരണം എന്താ? ഒരു കാരണം ദോഷിയായ മനുഷ്യന്റെ കൈ അയിമ തൊട്ടിട്ടില്ല. നേരിട്ടുള്ള നിഅമത്താ. മനസ്സിലായില്ല? അത് കിണറിലെത്തിയാൽ പിന്നെ കിണറിന്ന് മുക്കിയെടുക്കണോന്ന് ദോഷിയാണെങ്കിൽ അതിൻ്റെ ഒരു ദോഷം അതിലുണ്ടാവും. നേരെ മറിച്ച് നേരെ അങ്ങോട്ട് പെയ്യുമ്പോൾ നേരെ തലാട്ടി കൊടുത്താൽ എന്ത് പ്രശ്നമാണുള്ളത്? എന്നതുപോലെ കടപ്പുറത്തെ മുതൽ എന്ന് പറഞ്ഞാൽ അത് കടലിൻ്റെ മുതലാ. കടലിൻ്റെ മുതലിൽ ഇടയിൽ ആളില്ല. അള്ളാഹിൽ നിന്ന് അടിമയിലേക്ക് നേരിട്ട് കിട്ടുക. അതിന് പുതിയൊരു ഓഫീസ് വഴി കയറി ഇറങ്ങി വരികയല്ല. അപ്പോൾ ഹലാലായ ഭക്ഷണം കഴിക്കുന്ന നാട്ടുകാരാണ് കടപ്പുറത്തേര്. അതുകൊണ്ട് അവർക്ക് എളുപ്പം മനസ്സിലാവും. ഒരു മുസ്ലിയാർക്ക് ശരിക്കൊരു ബോധമുണ്ടെങ്കിൽ ആ നാട്ടുകാരെ എളുപ്പത്തിൽ നന്നാക്കി എടുക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, കടപ്പുറത്തുകാരുടെ ഗുണം എന്തെന്നാൽ നല്ലവരെ അവർ വഴിപ്പെടും. ഇനി മോശപ്പെട്ടവരെയും ചിലപ്പോൾ നന്നാന്ന് നല്ലവരാന്ന് വിചാരിച്ച് വഴിപ്പെടും. പാവങ്ങളാണ്. അതുകൊണ്ട് മോശപ്പെട്ടവരെ അവരെ പിന്നീട് മോശത്തിലേക്ക് തിരിക്കുമെങ്കിലും നല്ലവർക്ക് നല്ലതിലേക്ക് തിരിക്കാൻ വളരെ എളുപ്പമാണ്. മോശപ്പെട്ടവരും അവരെ തിരിക്കും. പണ്ട് ഇവിടെ ഫക്കീർ പാപ്പ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ഈ ഏരിയയിലൊക്കെ ആയിരുന്നു മൂപ്പർക്ക് ബന്ധം എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ തന്നെയല്ലേ? അല്ല, ഞാൻ കുറ്റം കുറവ് പറയല്ലട്ടാ, അങ്ങനെ വിചാരിക്കരുത്. അതൊക്കെ കഴിഞ്ഞു പോയി. പശുവും മരിച്ച് മോരിൻ്റെ പുളിയും പോയി. ഇനി പൈമര് വർത്താനം ഉണ്ടാക്കേണ്ട ആവശ്യമല്ല. എന്നാലും പറയാ, ആർക്കും തിരിക്കാൻ കഴിയും. കടപ്പുറത്തേരെ പാവങ്ങളാണ്. ദുനിയാവ് ആഗ്രഹിക്കുന്നവർക്ക് ദുനിയാവിലേക്ക് തിരിക്കാൻ കഴിയുമെങ്കിൽ ആഖിറം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആഖിറത്തിലേക്ക് എളുപ്പം തിരിക്കാൻ കഴിയും.
എന്തുകൊണ്ട്? അടിസ്ഥാനപരമായി കടപ്പുറത്തല്ലോ. അള്ളാഹു ഈ നന്മ നിലനിർത്തി തരട്ടെ. ഞാൻ ഇവിടെ ആവശ്യമായൊരു ഉപദേശങ്ങളോട് പറയുന്നത്, നിങ്ങളെല്ലാവരും അത് ഒരു ഉസ്താദി എന്ന നിലയിൽ കേട്ട് മനസ്സിലാക്കണം, ദോഷമായി കണക്കാക്കരുത്. നമ്മൾ എന്തിൻ്റെയൊക്കെ ഈ പറയേണ്ടതിൻ്റെ ഉദ്ദേശം എന്നാൽ, ചിലതൊക്കെ നിങ്ങൾക്ക് വിഷമമുള്ള വർത്താനം ഞാൻ പറയും, എന്നാലും ഒരു ഉസ്താദാകുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാലോ. എന്താ കേട്ടൂടെ? അതൊക്കെ കേൾക്കാലോ. കാരണം നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം ഇന്ന് ആളാകലല്ല, നാളെ ആളാകലാണ്. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ആളാകുക എന്നുള്ളതാണ് എല്ലാവരും ഉദ്ദേശം. നിങ്ങളുടെ ഉദ്ദേശം അതാണ്, എൻ്റെ ഉദ്ദേശം അതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോഴും ഉസ്താദുമായി സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളും, പിന്നെ അതിനൊക്കെ അപ്പുറത്ത് എനിക്ക് നാട്ടിനെ കുറിച്ച് അറിയുന്ന ചില കാര്യങ്ങളും എന്ന നിലക്ക് ഞാൻ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ദയവായി, ഞാൻ എൻ്റെ ഹൃദയത്തെ തൊട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ കയ്യിൽ നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് ഉപദേശിച്ച് നിങ്ങൾ ദ്വാർക്കുന്നത് കൊണ്ട് കിട്ടുമ്പോൾ അത് സിറാത്ത് പാലം കഴിഞ്ഞു പോകാൻ അല്ലാത്തൊരു മുതലൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം അതുകൊണ്ട് പരമാവധി എൻ്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെയാണ്. ഒരു കമ്പനിക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാകണമെങ്കിൽ റോ മെറ്റീരിയൽസ് വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ട് നേരായ വഴിക്ക് നിങ്ങളും ഞാൻ ഒരുമിച്ച് പോയാൽ അള്ളാഹിൻ്റെ സിറാത്ത് പാലത്തിൽ എത്തുമ്പോൾ അന്ന് ആ കാസിമി പറഞ്ഞുകൊണ്ട് പഠിച്ചോനെ ഞാൻ കുറച്ചൊന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോഴാണല്ലോ നമുക്ക് രക്ഷ ഉള്ളത്. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഇവിടെ ആളായിട്ട് എന്താ കാര്യം? ഇത് ഇന്നല്ലെങ്കിൽ നാളെ ചെലത്തെ കഴിഞ്ഞില്ലേ? ഇവിടെ ആളായിട്ട് എന്ത് കാര്യം? ഇവിടെ ഒരു കാര്യമില്ല. ഇവിടുത്തെ ലോകം എന്ന് പറഞ്ഞാൽ നല്ലോനും പരിധിയുണ്ട്, മോശപ്പെട്ടവനും പരിധിയുണ്ട്. നല്ലോനും വലിയൊരു നല്ല മനുഷ്യനായിരുന്നു അത്തിപ്പെട്ട മീഡിയം മുസ്ലിയാർ. പക്ഷേ അതിനൊരു പരിധി ഉണ്ടായല്ലോ, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പറയും, വലിയ നല്ല മനുഷ്യനായിരുന്നു. എന്നിട്ട് ഇപ്പം എന്ത് ഇതിനാ അത്തിപ്പറ്റ മീഡിയം കുട്ടി മുസ്ലിയാരെ പറയണത്? ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ, ലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടി മുഹമ്മദ് മുസ്തഫയാണ്. എന്നിട്ട് എന്തുണ്ടായത്? 63 വയസ്സ് കഴിഞ്ഞപ്പോൾ പോയല്ലോ. ഇവിടുത്തെ അവസ്ഥ അങ്ങനെയല്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കണം. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് തന്നെ നോക്കണം, എന്നെ തന്നെ നോക്കണം, ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ കേൾക്കണം. എൻ്റെ അഭിപ്രായം ഞാൻ പറയാൻ എന്താണെന്നറിയോ ജനങ്ങളെ? നല്ല നടപ്പിന് ഈ ലോകത്തും പ്രതിഫലം ഉണ്ടാവും, പരലോകത്തും പ്രതിഫലം ഉണ്ടാവും. മോശപ്പെട്ട നടപ്പിന് ഈ ലോകത്തും ശിക്ഷ അനുഭവിക്കും, പരലോകത്തും ശിക്ഷ അനുഭവിക്കും. ഇനി മനുഷ്യൻ ചിന്തിച്ച് തീരുമാനിച്ചാൽ മതി. സിഗരറ്റിന്റെ പാക്കിന്റെ പുറത്തൊരു വർത്താനുണ്ട്. എന്തായാലും വർത്താനം? മനസ്സിലായില്ല? ഇങ്ങോട്ട് നോക്ക്. സിഗരറ്റിന്റെ പാക്കിന്റെ പുറത്ത് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. എന്താ? അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് എഴുതുക എന്നത് സിഗരറ്റ് വിൽപ്പനയുടെ സർക്കാരിന്റെ ഒരു വാണിംഗ് ആണ്. അത് ചെയ്തിരിക്കണം കച്ചവട നിയമം അനുസരിച്ച്. അല്ലാതെ സിഗരറ്റ് വിൽക്കാൻ പാടില്ല. സിഗരറ്റിന്റെ തീരുവയെല്ലാം ഡ്യൂട്ടിയെല്ലാം അതിൻ്റെ നികുതിയൊക്കെ സർക്കാർ വാങ്ങുമെങ്കിലും ഈ ഒരു നിയമം കൂടി, ഈ ഒരു വിളംബരം കൂടി സർക്കാർ നിർബന്ധിക്കും. അത് അറിയണം. എന്നിട്ട് പിന്നെ മനുഷ്യൻ തീരുമാനിച്ചോട്ടെ. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് 2 മാന പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കൂ. സിഗരറ്റ് വലിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താ? ലെൻസിന് കേടുവരും. ചിലപ്പോൾ അതുകൊണ്ട് ലിവറിന് കേടുവരും. ചിലപ്പോൾ മസ്തിഷ്കത്തിന് വരെ കേടുവരും. കവിൾ ക്യാൻസർ ഉണ്ടാവും. ഉണ്ടായാൽ പിന്നെ അവിടുന്ന് പിടികൂടി അങ്ങനെ പോവും. പിന്നെ അജല് എന്ന് പറഞ്ഞ സംഗതി, ഒരാൾക്ക് 75 വയസ്സ് അജലുണ്ടെങ്കിൽ 60 വയസ്സിൽ കവിൾ ക്യാൻസർ കുടിച്ചാൽ 15 കൊല്ലം ക്യാൻസറിൽ ജീവിക്കും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അജലിന് അവധി നേരത്തെ ആവോ? അവധി നേരത്തെ ഉണ്ടാവൂല. നേരത്തെ മരിച്ചു പോകുന്നില്ല. സിഗരറ്റ് വലിച്ചതുകൊണ്ട് നേരത്തെ മരിച്ചു പോവില്ല. നേരത്തെ മരിച്ചുപോയാൽ അതൊരു സുഖമാണ്. പിന്നെ അവിടുത്തെ മുട്ട് കൊണ്ടാൽ മതി, ഇവിടുത്തെ മുട്ട് ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ? നേരത്തെ മരിച്ചു പോയാൽ അതൊരു സുഖമാണ്. മുങ്കറിനെ കീറുന്ന തല്ലല്ലേ ഉള്ളൂ, ഇവിടുത്തെ തല്ലില്ലല്ലോ.
ഇവിടെ എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ കീറി മുറിക്കും. ചിലപ്പോൾ അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടറും ലേശം ഒന്ന് സ്മോൾ അടിച്ച് കയറ്റാലും മൂപ്പര് കയറ്റുക. അപ്പോൾ കൊടുക്കേണ്ട വാൾവിനല്ല അനസ്തേഷ്യ കൊടുക്കുക. അതുകൊണ്ട് ശരിക്ക് തരിക്കൂല. പിന്നെ പച്ച ഇറച്ചിമല്ല അവർ പണിയെടുക്കും. അതിങ്ങനെ അങ്ങനെ വേദനിച്ച് ബേജാറായി ആ ഓപ്പറേഷനൊക്കെ വിധേയനാകേണ്ടി വരും. ആര്? ഈ രോഗി. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. സിഗരറ്റ് വലിച്ചാലും സിഗരറ്റ് വലിച്ചില്ലെങ്കിലും അള്ളാഹു നിശ്ചയിച്ച ദിവസത്തെ മരിക്കുള്ളൂ. പക്ഷേ വലിക്കാതെ നിന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താ വലിക്കാതെ നിന്നാൽ ഗുണം? ഒന്ന്, അതിൻ്റെ പേരിൽ ഒരു രോഗത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല. രണ്ട്, അള്ളാഹുവിൻ്റെ ഇബാദായ മലക്കുകൾ അതിൻ്റെ പേരിൽ അവനെ വെറുക്കുകയുമില്ല. അള്ളാഹുവിൻ്റെ ഇബാദ് വെറുത്തിട്ടില്ലെങ്കിലുള്ള ഗുണം എന്താ? അള്ളാഹിൻ്റെ ഇബാദ് വെറുത്തിട്ടില്ലെങ്കിൽ അവർ സദാസമയം അവനെ ചുറ്റി നിൽക്കും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതിൻ്റെ പേരിൽ രോഗം ഉണ്ടായിട്ടില്ലെങ്കിലുള്ള ഗുണം എന്താ? അവനാൻ്റെ മക്കളോട് കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും അവനാൻ്റെ വീട്ടിൽ തന്നെ ആ ആയുസ് വരെ കഴിഞ്ഞങ്ങനെ പോവാ. ഇത് 15 കൊല്ലം ആശുപത്രി കിടക്കേണ്ടി വരും. അല്ലെങ്കിൽ വന്ന് പോയി ഇങ്ങനെ നടക്കേണ്ടി വരും. പിന്നെ അത് തീരാത്തതിൻ്റെ പേരിൽ നാട്ടുകാരും കുടുങ്ങും, വീട്ടുകാരും കുടുങ്ങും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. മൻ അമില സ്വാലിഹൻ മിൻകും മിൻ ദക്കറിൻ ഔ ഉൻസ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. നല്ല നടപ്പ് നടന്നാൽ സുന്ദരമായ ജീവിതം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ടാവും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾക്കെല്ലാം 2 ഗുണങ്ങളുണ്ട്. നമ്മൾ സദാസമയം ദുആ ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ഇവിടെയും സുഖം വേണം. ഇവിടെയും സുഖം വേണം, അവിടെയും സുഖം വേണം. ഇവിടെ സുഖമില്ലാത്ത പണിയെടുത്തിട്ട് ഇവിടെ സുഖം വേണം എന്ന് പറഞ്ഞതിന് എന്ത് മാനയുള്ളത്? ഫുരുടാൻ കലക്കി കുടിച്ചിട്ട് റബ്ബന ആതിന ഫിദ്ദുനിയ എന്നിട്ട് എന്ത് കാര്യമുള്ളത്? എന്ത് കാര്യമുള്ളത്? വഫിൽ ആഖിറതി ഹസന പിന്നെ നോക്കാം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവണം. ചിന്തിക്കണം. ചിന്തിക്കണം. എൻ്റെ ജീവിതം എൻ്റെതാണ്. എൻ്റെ ജീവിതം എൻ്റെതാണ്. അതിൻ്റെ ലാഭം എനിക്കാണ്. ആത്യന്തികമായി അതിൻ്റെ ലാഭം എനിക്കാണ്. അതിൻ്റെ നഷ്ടം എനിക്ക് തന്നെയാണ്. നിങ്ങൾക്ക് അതിൻ്റെ മേലോടെ ഉള്ളൂ. എൻ്റെ ജീവിതം നന്നായാൽ ലാഭം എനിക്കാണ്. മൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ വലാ തസിറു വാസിറതു വിസ്റ ഉഖ്റാ വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അത റസൂലാ. സൂറത്തുൽ ഇസ്രായിലുണ്ട്. മൻ യഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി. ഒരാൾ നന്നായാൽ അതിൻ്റെ ലാഭം അവൻ തന്നെയാണ്. വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ. ഒരാൾ പിഴച്ചാൽ അതിൻ്റെ നഷ്ടം അവൻ തന്നെയാണ്. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ഒരുത്തൻ തോന്നിയാസം ചെയ്തിട്ട് മറ്റൊരാൾ പാപഭാരം ചുമക്കേണ്ട അവസരം ഉണ്ടാവില്ല. മനസ്സിലായില്ല? കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ തിന്നു, ഞാൻ തിന്നില്ല എങ്കിൽ നിങ്ങൾ തിന്നു, ഞാൻ തിന്നില്ല. നിങ്ങളെ പേര് പറയും? ഹംസക്കുട്ടി. എൻ്റെ പേര് റഹ്മത്തുള്ള. നമ്മൾ രണ്ടാളൊരു വഴിക്ക് പോയി. നിങ്ങൾ പള്ളറച്ച് തിന്ന്, ഞാൻ ഒന്നും തിന്നില്ല എങ്കിൽ വയറ്റിൽ നോക്കി നിങ്ങളൊക്കെ പേടിക്കേണ്ടി വരുള്ളൂ. നിങ്ങൾ തിന്നതിന് ഞാൻ വയറ്റിൽ നോക്കിന് പേജാറ് എന്തിനാ? നിങ്ങൾ മോട്ടോറിക്ഷയിലോ കാറിലോ തീവണ്ടിയിലോ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങനെ ഇടക്കിടക്ക് നോക്കും. എവിടെയാണ് 5 റുപ്യക്ക് പൈസ ചെലവാക്കിയിട്ട് വാങ്ങുന്ന കക്കൂസ് ഉപയോഗിക്കുന്ന കക്കൂസ് എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? എനിക്കാ ബേജാറില്ല. കാരണം ഞാൻ പറയും മനുഷ്യന്മാരെ, ഞാൻ തിന്നിട്ടില്ല, നിങ്ങൾ തിന്നതിന് ഞാൻ വയറ്റും നോക്കില്ല. കൂടുതൽ വർത്താനം വേണ്ട ആവശ്യമില്ല. വയറിൽ അവസാനിച്ചു. ഇതന്നെ വേണം. കഴിഞ്ഞ്
ഇതന്നെ ആ വയല് കഴിഞ്ഞ് നിങ്ങൾ കുതിര വിട്ടാൽ നിങ്ങൾ കുടുങ്ങും, ഞാൻ കുതിര വിട്ടാൽ ഞാൻ കുടുങ്ങും. ഞാൻ മോശമായി നടന്നാൽ ഇവിടെയും കുടുങ്ങും അവിടെയും കുടുങ്ങും. ഞാൻ നന്നായി നടന്നാൽ ഇവിടെയും നന്നാവും അവിടെയും നന്നാവും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഉറക്കം പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. വളാഞ്ചേരിക്കപ്പുറം മെയ്തീൻ കുട്ടി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പ് മരിച്ചു. 86 വട്ടം മയ്യത്ത് നിസ്കരിച്ച്. ഓരോ നിസ്കാരത്തിനും 2000-3000 ആളുകൾ. എന്തേ പറയും മനുഷ്യന്മാരെ? നന്നായി നടന്നു. കണ്ടോരും കാണാത്തോരും മുഴുവനും പാഞ്ഞു, കേട്ടോരും കേൾക്കാത്തോരും മുഴുവനും പാഞ്ഞ് എല്ലാവരും ഓടി, എല്ലാവരും മയ്യത്ത് നിസ്കരിച്ച്. എന്തുകൊണ്ട്? ഒരാൾ നന്നായാൽ അവന് ഈ ലോകത്തും ലാഭം ഉണ്ടാകും, പരലോകത്തും ലാഭം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. മുസ്ലിമീങ്ങളെ കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു ബേജാറാ ചില ആളുകൾക്ക്. മൂല്യന്മാർക്ക് മൂല്യരെ പണിയെടുത്താൽ പോരെ. കഞ്ചാവ് വലിക്കരുത് പറഞ്ഞാൽ ബേജാറാ. മൂല്യർക്ക് മൂല്യരെ പണിയെടുത്താൽ പോരെ. من اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا. ചില ആളുകളെ മയ്യത്ത് നിസ്കരിക്കാൻ കുടുംബത്തിന് ഇഷ്ടമുണ്ടാവില്ല, സ്വന്തം ആളിയേന് ഇഷ്ടമുണ്ടാവില്ല. കാരണം കള്ളും കുടിച്ചു വന്ന് ഓൻ്റെ പെങ്ങളെ ചവിട്ടീനും കുത്തീനും കണക്കുണ്ടാവില്ല. പിന്നെ നാട്ടുകാര് പറയല്ലേന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട് മയ്യത്തിനൊപ്പം പോകും. സത്യല്ലേ? പറയും. നിങ്ങൾ ചിന്തിക്കണം. വർത്താനം പറയത്തട്ടാ. അവിടെ കൂടി നിൽക്കരുത്. എന്താണ് അവിടെ ആളുകൾ കൂടി നിൽക്കുന്നത്? ഭക്ഷണം ഇപ്പം കൊടുക്കണ്ടല്ലോ, ഭക്ഷണം ഇപ്പം കൊടുത്തു പോകരുത്, ഭക്ഷണം ഇപ്പം കൊടുക്കരുത് കുട്ടികളെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി ഭക്ഷണം. ഇതല്ലേ വലിയ ഭക്ഷണം. നിങ്ങളിവിടെ ഇരിക്കി, നിങ്ങളോടാണ് ഈ വയല്. നിങ്ങളിവിടെ ഇരിക്കി, ഭക്ഷണമൊക്കെ മാറ്റി വെക്കട. എന്ത് ഭക്ഷണം? ഇത് കേൾക്ക്, ഈ പറയണത് കേൾക്ക്. ഭക്ഷണം 25 ഉറുപ്പിക എടുത്താൽ എവിടെയാണ് കിട്ടാത്ത? ഒരു പൊതി ചോറ് കിട്ടാത്ത സ്ഥലമുണ്ട് ഇപ്പം നാട്ടിൽ. അതൊക്കെ മാറ്റി വെക്കി. ഈ പറയണത് കേൾക്ക്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. മനുഷ്യന്മാരെ കൂടുതൽ വർധന വരേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് ഒരു ഉദാഹരണമായി കാണിച്ചെന്ന് നിങ്ങൾക്ക് എമ്പാടും അറിയാം. ലക്ഷക്കണക്കായ ആളുകൾ ആ മനുഷ്യനെ മയ്യത്ത് നിസ്കരിച്ചു. കൂട്ടാണോ അല്ല, കുടുംബാണോ അല്ല. ആ മയ്യത്ത് നിസ്കരിച്ചാൽ നല്ലൊരു ശതമാനം ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ മനുഷ്യനെ കണ്ടിട്ടുണ്ടാവില്ല പലരും. പക്ഷെ കാണാത്തവരും കേട്ടു അയാളൊരു നല്ല മനുഷ്യനാണ്. ഒരു നല്ല മനുഷ്യന്റെ മയ്യത്ത് മറവ് ചെയ്തു കഴിഞ്ഞാൽ, മണ്ണിലാൻ വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു തആല ആദ്യം ചെയ്യാം ആ ജനാസയിൽ പങ്കെടുത്ത ആളുകൾക്കെല്ലാം അല്ലാഹ് പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാവണ്ട പറഞ്ഞത്? വളരെ ചിന്തിക്കണം. ഒരു നല്ല മനുഷ്യനെ മണ്ണിലാൻ വെച്ചാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ നല്ലവനാണെങ്കിൽ അള്ളാഹു ആദ്യം അയാൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തായിരിക്കും എന്നറിയോ? നല്ലവനാണെങ്കിൽ അയാളെ മണ്ണിലാണ് വെച്ച് കഴിഞ്ഞാൽ അയാളെ ജനാസക്കൊപ്പം വന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കും. അപ്പൊ അത്തിപ്പറ്റ മെയ്തീൻ കുട്ടി മുസ്ലിയാരെ കേട്ടപ്പോൾ എല്ലാവരും ഓടി. എന്തുകൊണ്ട് എല്ലാവർക്കും ഓടണം, മയ്യത്ത് നിസ്കരിക്കണം? എന്തുകൊണ്ട്? മയ്യത്ത് നിസ്കരിച്ചാൽ ലാഭമുണ്ട്, അവന്റെ ദോഷം അള്ളാഹു തആല പുറത്തു കൊടുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നും ദ്വാരക്കുന്നു. ഇന്നും തങ്ങളാണോ അല്ല, മുഫ്തിയാണോ അല്ല, ഫത്വ കൊടുത്ത ആലിമുൽ അല്ലാമയാണോ അല്ല, ഏതെങ്കിലും സംഘടനയുടെ മഹാസ്ഥാനത്തിരിക്കുന്ന ആളാണോ അല്ല,
അല്ലൈനിലെ സാധാരണ പള്ളിയിലെ ഇമാമായിരുന്നു കുറച്ചു കാലം. പക്ഷേ കർമ്മം കൊണ്ട്, ജന്മം കൊണ്ട് സാധാരണക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് അള്ളാന്റെ മുഖറബായി മാറി. മുഖറബായി മാറിയപ്പോൾ എല്ലാ ഭൂമിയിൽ നല്ല മനുഷ്യന്മാർക്ക് എവിടെയും സ്വീകാര്യതയുണ്ടാകുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇന്ത്യ രാജ്യത്ത് ഏകദേശം സ്ഥലങ്ങളിലെല്ലാം മയ്യത്ത് നിസ്കരിച്ച്, ഗൾഫിൽ നിസ്കരിച്ച്, യൂറോപ്പിൽ അടക്കം നിസ്കരിച്ചു, ലണ്ടനിൽ അടക്കം നിസ്കരിച്ചു. എവിടെയെല്ലാം മലയാളി മുസ്ലിമീങ്ങളുണ്ടോ, എവിടെയെല്ലാം അദ്ദേഹത്തെ പരിചയമുള്ള അറബികളുണ്ടോ, അവിടെയെല്ലാം നിസ്കരിച്ച്. എന്തുകൊണ്ട്? നല്ല മനുഷ്യന് ഇവിടെ തന്നെ പ്രത്യേകതയുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നാൽ മോശപ്പെട്ടവനാണെങ്കിൽ അവന്റെ സ്വന്തം ഇക്കാക്കാക്ക്, എന്തിനവന്റെ സ്വന്തം ഭാര്യക്ക് വരെ പൊരുത്തണ്ടാവില്ല. കഴിഞ്ഞല്ലോ, പണ്ടാറക്കാലൻ തീർന്നു എന്ന് പറയും. എന്ന് അവളെന്നെ മനസ്സിൽ വിചാരിക്കും, നന്നല്ല പോയി, നന്നായി, അത്രയും ചവിട്ട് കുറഞ്ഞല്ലോ. എന്തേ അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാര്. അല്ലാഹു തആല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ചിന്തിക്ക് ചിന്തിക്ക് ചിന്തിക്ക്, കുട്ടികൾ മിണ്ടരുത്, ശ്രദ്ധിക്ക് ജനങ്ങളെ, ഇത് ഒന്ന് മനസ്സിലാക്കുക. ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. വളരെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, വളരെ കഴിഞ്ഞു തന്നെ വേണം. അതുകൊണ്ട് നിനക്ക് നന്നായാൽ ഈ ലോകത്തും സ്വീകാര്യത ഉണ്ടാവും, പരലോകത്തും സ്വീകാര്യത ഉണ്ടാവും. ഈ മോശപ്പെട്ടായാൽ നിന്റെ സ്വന്തം സഹോദരന്റെ അടുക്കല്ലേ രജി മോശപ്പെട്ടവനാവും, പരലോകത്തെ കാര്യമായിട്ട് പറയും വേണ്ട. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഒരുത്തൻ കള്ളുടിച്ച് മരിച്ച് എന്ന് വെക്കുക. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു, അവൻ്റെ ഏട്ടനും 4 മാന്യന്മാരിയ്ക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, അങ്ങളാ അനുജൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മരിച്ചു എന്ന് കേട്ടു. മനസ്സിലായില്ല, തുറന്ന് പറയാൻ തന്നെ മടി. നിങ്ങളാ മനസ്സിലായില്ല, മരിച്ചെന്ന് പറയാനൊരു മടി. നിങ്ങളാ അനുജൻ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് മരിച്ചെന്ന് കേട്ടു. പിന്നെ അതിൽ വേറൊരാൾ വായി എടുക്കുകയാണെങ്കിൽ വിഷയം മാറ്റും. കാരണം ഇത് വല്ലാതെ ഓട് പായം നീക്കാൻ പാടില്ല. അവസാനം പോണ്ടവരൊക്കെ പോയി കഴിഞ്ഞ് പള്ളിക്കല മൂലിയർ ബാക്കിയായാൽ, അല്ലെങ്കിൽ ഏതൊരു നിങ്ങളൊരു മൂലിയർത്തി ബാക്കിയായാൽ പറയും, അത് പറയേണ്ട ഉസ്താദെ, ഓൻ്റെ കാര്യം അങ്ങനെയായിരുന്നു, ഞങ്ങളെ വാപ്പാൻ്റെ മക്കളെ കൂട്ടത്തിൽ ഒന്ന് അങ്ങനെ ഉണ്ടായി, ഇനിയിപ്പോൾ പറയണ്ട, എന്തോ ആട്ടെ, നിങ്ങൾ വേർക്കി, അതിന് വലിയ ചിലവൊന്നുമില്ലല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ. ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കും. കള്ള് ഒരു ഉദാഹരണമാണ്. എല്ലാ തിന്മയുടെയും മാതാവ് മദ്യപാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ നല്ല നിലക്ക് ജീവിച്ചാൽ ഇവിടെ നമ്മൾ രക്ഷപ്പെടും. അവിടുത്തെ കാര്യം പറയണ്ട. അവിടുത്തെ കാര്യമോ ഫഅമ്മാഇൻകാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനുൻ വജന്നത്തു നഈം. നല്ലൊരു മനുഷ്യനാണ് സയ്യിദ് ഹൈദർ അലി ശിഹാബ്. അള്ളാഹു അദ്ദേഹത്തെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ ഇന്ന് നേരം വിളിച്ചിട്ട് ഒറ്റക്ക് പോലും ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ ഒന്നും ആ മനുഷ്യന് അടുത്ത കാലത്തൊന്നും പറ്റരുതേ. ഒരു സദസ്സിൽ സ്വാഭാവികമായി സദസ്സ് ദ്വാർക്കും, സദസ്സിലല്ല. ഞാൻ എൻ്റെ സ്വകാര്യതയിൽ ഇന്ന് ദ്വാർന്നിട്ടുണ്ട്. ഒരു വിഷയം അങ്ങനെ ഒരാൾ സംസാരിച്ചപ്പോൾ ഇന്ന് ഞാൻ സ്വകാര്യമായും ദ്വാർന്നിട്ടുണ്ട്, റബ്ബേ ഹൈദർ തങ്ങൾക്ക് ഒന്നും പറ്റരുതേ പടച്ചോനെ. എന്തുകൊണ്ട്? നല്ല മനുഷ്യനാണ്. നമ്മൾ തങ്ങൾ കുടുംബാണോ? അല്ല. നമ്മളെ വാപ്പയാണോ? അല്ല. നമ്മൾ മൂത്താപ്പയാണോ? അല്ല. പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് ഇപ്പോൾ ഒരു മനുഷ്യൻ മരിച്ച വേറെ പ്രസിഡന്റ് ഉണ്ടാവില്ലേ? കസേരല്ലാത്ത ഉള്ള കാലത്തോളം ആളുണ്ടാകാത്ത പേടി ഉണ്ടാവില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? പറയും മനുഷ്യന്മാരെ. കസേരൻ്റെ കാല് പൊളിഞ്ഞാൽ പേടിച്ചാൽ മതി. കസേര ഉണ്ടെങ്കിൽ അതിന് ആളവിടെ കുത്തിരിക്കും. നിങ്ങൾ പേടിച്ചാറാകുകയോ വേണ്ട. ഒരാൾക്ക് ദീനാവുന്നതോടുകൂടെ 4 ആൾ കാത്തിരിക്കും, എനിക്ക് കിട്ടും.
എന്ന് വിചാരിച്ച് ആൾക്കൊന്നും ഒരു കമ്മി ഉണ്ടാവില്ല. പക്ഷേ അങ്ങനത്തെ ഒരാളുണ്ടാവില്ല. എന്തുകൊണ്ട്? അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം സ്വാലിഹായ മനുഷ്യനാണ്. ഉള്ളും പുറം കരുണയും നന്മയുള്ള മനുഷ്യനാണ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. നമ്മുടെ ബാപ്പയല്ല, മൂത്താപ്പയല്ല. പക്ഷേ ഒരു അംഗീകാരം, ഒരു സന്തോഷം. നമ്മൾ ബസ്സിൽ ഇങ്ങനെ സീറ്റിൽ യാത്ര ചെയ്യാം, കോഴിക്കോട്ട് നിന്ന് വരിക. അപ്പോൾ ഒരാളും സീറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ച്, നിങ്ങളെവിടെയാ? ഞാൻ മലപ്പുറത്താ. മലപ്പുറത്ത് നിങ്ങളെവിടെയാ? ഞാൻ പാണക്കാടാ. അല്ലാ, അപ്പം നമുക്കൊരു സന്തോഷം. പാണക്കാടാണോ? അപ്പം നമുക്കൊരു സന്തോഷം. എൻ്റെ നമ്മളെ തങ്ങന്മാരുടെ നാട്ടിലാണല്ലോ. അപ്പം അയാൾ നമ്മൾ വലിയ റാഹത്ത്. നമുക്കാണെങ്കിൽ കുറച്ച് ക്ഷീണമാണ്. തലേന്ന് രാത്രി ആശുപത്രിയിൽ പോയിട്ട് ഉമ്മാക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ നേരം വിളിക്കുള്ള മെഡിക്കൽ കോളേജിൽ നിന്നിട്ട് ഉറങ്ങിയിട്ടില്ല. അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ പറയും മൂപ്പരോട്, ഇത് നമ്മളെ സ്വന്തം തങ്ങളെ നാട്ടുകാരനല്ലേ, പറയും എനിക്ക് അവിടെ പഠിക്കൽ ഇറങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ചേളാരി ഇറങ്ങണം. നിങ്ങൾ ആ സ്റ്റോപ്പ് എത്തുകയാണെങ്കിൽ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ഒന്ന് തട്ടി വിളിക്കണേന്ന് പറയും. കാരണം എന്ത്? നമ്മളെ സ്വന്തം ആളാ, നമ്മളെ തങ്ങളെ നാട്ടുകാരനാ. മനസ്സിലായോ പറഞ്ഞത്? ഇത് തങ്ങളാണോ? ഇത് തങ്ങളാണോ? പറയും മനുഷ്യന്മാരെ, തങ്ങളല്ല. പക്ഷെ നല്ലൊരു മനുഷ്യൻ്റെ നാട്ടുകാരനെ വരെ നമ്മളൊരു അംഗീകാരം കൊടുക്കും. നേരെ മറിച്ച് ബസ്സിൽ ഇങ്ങനെ ഇരിക്കും, വേറെ അപ്പുറത്തെ ഒരാളുണ്ട്. അപ്പം ചോദിച്ചു, നിങ്ങളെവിടെ? ചോദിച്ചു, ഞാൻ കായംകുളത്താണ്. അപ്പം നമുക്ക് പോക്കറ്റ് തൊപ്പി. പണ്ട് അവിടെ ഒരു കള്ളുണ്ടായിരുന്നു. സത്യല്ലേ? നിങ്ങളെവിടെ? ചോദിച്ചു. നമ്മൾ ഉറങ്ങാൻ ഇങ്ങനെ ഒരുങ്ങ. അപ്പോഴാണ് ഒരാളെ കണ്ടത്. നിങ്ങളെവിടെ? ചോദിച്ചു. ഞാൻ കായംകുളത്താണ്. പിന്നെ നമ്മൾ ഉറക്കില്ല, കാരണം പെരുങ്കള്ളൻ്റെ നാടാ കായംകുളം കൊച്ചുണ്ണി. നിങ്ങളിവിടെ അല്ലേ? പറ. നമ്മളങ്ങനെ ഉറങ്ങാൻ ഇങ്ങനെ ഒരുങ്ങ നേരത്താണ് അടുത്ത സീറ്റിൽ നിൽക്കണ കായംകുളത്തേരനാന്ന് കണ്ടാൽ ഉറങ്ങൂല. കാരണം ഉറങ്ങിയാൽ നമ്മളെ പോക്കറ്റ് നോക്കിണ്ടാവില്ല. സത്യല്ലേ? കീശ വരെ അവൻ കയറിക്കൊണ്ടു. പണ്ട് അവിടെ ഒരാളുണ്ടായിരുന്നു, ഓൻ അങ്ങനെ ഇരുന്നു. അള്ളാഹു തആല സത്യമാണോ അല്ലേ? നിങ്ങൾ എനിക്ക് വേണ്ടി മൂളണ്ട, നേരല്ലേ? അള്ളാഹു തൗഫീക്ക് തരട്ടെ. ചിന്തിക്ക്, കൊച്ചുണ്ണി മരിച്ചത് കാലത്രേ, ഇപ്പോഴും ആ നാട്ടിൻ്റെ ദോഷം പോയിട്ടില്ല. അങ്ങനെ തന്നെയല്ലേ? കൊച്ചുണ്ണി മരിച്ചിട്ട് കാലത്രേ. മദീന എന്ന് കേൾക്കുമ്പോഴത്തേന് നമുക്കൊരു സന്തോഷം തോന്നും. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ്റെ നാടാണ് മുഹമ്മദ്. ഉറക്കെ പറ, മുഹമ്മദ്. തുർബത്തുൽ മദീനത്തി മുഅ്മിന, മദീനയിലെ മണ്ണ് പോലും മുഅ്മിനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനയിലെ നടന്നു പോയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അവിടുത്തെ മണ്ണ് പോലും മുഅ്മിനാണെന്ന് മുഹമ്മദ് മുസ്തഫ. മദീന എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. മദീന ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ്റെ നാടാണ് മദീന. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനെ ചിന്തിക്കണം. കുട്ടികളെ വിളഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നീ നിന്നെ നശിപ്പിച്ചാൽ നീ നശിക്കും. വേറൊരാള് വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ, വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ. നിന്റെ ഭാര്യ പോലും നിന്നെ പഴിച്ചുകൊണ്ടേയിരിക്കും. ഒരുത്തന് ചെറുപ്പക്കാരൻ കള്ളുടിച്ചു കരളുപോയി. ഇവനെ ശുശ്രൂഷിക്കും ഭാര്യ. ശുശ്രൂഷിച്ചെങ്കിൽ ഇപ്പോഴത്തെ പെൺകുട്ടികളെ നിങ്ങൾ ഉറപ്പിക്കൊന്നും വേണ്ട. നീ ശുശ്രൂഷിക്കുകയാണെങ്കിൽ തന്നെ മനസ്സിൽ ശപിക്കും. എത്ര നല്ല നല്ല കല്യാണം വന്നതാ. പടച്ചോനെ, ഈ ഒരു സാധനത്തിൻ്റെ തലയിലാണല്ലോ ഞാൻ വീണുപോയത്. അങ്ങനെ തന്നെയല്ലേ? പരലോകത്തെ ഏതാനും ദിനം കൊണ്ട് കാര്യമല്ല. ഇത് ഫുള്ളോടാ. സാരിബു ഖംറിൻ ഇൻ മാത ലഖി അല്ലാഹ കഅബിദി വസനിൻ എന്ന് മുഹമ്മദ് മുസ്തഫ. കള്ളു കുടിയാനും ബിമ്മാരാജകനും മഹ്ശറിൽ ഒരുപോലെയാണ്. എന്തേ പറഞ്ഞേ? ഞാൻ പറഞ്ഞാണെങ്കിൽ നിങ്ങൾ പോയി മൂല്യരെന്നറിയാം. മുത്തുനബി പറഞ്ഞ കള്ളു കുടിയാനും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ. എന്നാ ചിന്തിച്ചോ വർത്താനം. തലയൊക്കെ കയറ്റിക്കോ, തലയൊക്കെ കയറ്റിക്കോ, ഇത് തലയൊക്കെ കയറ്റിക്കോ, ഇത് തലയൊക്കെ കയറ്റിക്കോ.
തമാശ പറയല്ല, ചിന്തിക്കണം. ശാരിബു ഖംറിൻ ഇൻ മാത ലഖിയല്ലാഹ കആബിദി വതനിൻ. കള്ളുകുടിയനും ബിംബാരാധകനും അള്ളാന്റെ മഹ്ശറയിൽ ഒരുപോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് എന്താ അതിന്റെ മാന? ബിംബാരാധകൻ നരകല്ലാത്തൊരു പരിഹാരം ഉണ്ടാവില്ല. കള്ളുടിയനും അവിടെ എത്തുന്നതിന്റെ മാന. അല്ലാഹു കാക്കട്ടെ. കേട്ടോളൂ 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 കേട്ടോളൂ, ഹദീസ് കേട്ടോളൂട്ടാ. എന്താ പറഞ്ഞത്? ശാരിബു ഖംറിൻ ഇൻ മാത ലഖിയല്ലാഹ കഅബിദി വതനിൻ. കള്ളുകുടിയനും ബിംബാരാധകനും അള്ളാന്റെ കോടതിയിൽ ഒരുപോലെ. ബിംബാരാധകന് ഉറപ്പാണ് നരകണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം അള്ളാഹു ലോകത്ത് ഏറ്റവും വെറുക്കുന്ന കാര്യം ബിംബാരാധനയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പുണ്യ മുഹമ്മദ് മുസ്തഫ. എനിക്ക് കള്ളുടിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഇപ്പോൾ ഒരു ആൻറ്റി താല്പര്യം എല്ലാത്തിനും. നോ പാർക്കിംഗ് എഴുതിയാൽ അവിടെ കൊണ്ടേ മോട്ടോർ സൈക്കിൾ വെക്കുള്ളൂ. അത് അങ്ങനെ ത്രില്ലിൻ്റെ കാലം. കള്ളുടിക്കല്ലേ ജനങ്ങളെ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ നിന്ന് ഇങ്ങനെ ചിരിക്കും. ഇത് വരെ പണ്ടേ ഉള്ള പണിയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കള്ളു കുടിച്ചോളി എന്നാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടാവും. കാരണം മുണിഞ്ഞാൽ പുറത്തു പോകും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ മൂപ്പരോട് പറഞ്ഞല്ലോ, മൂപ്പര് തിന്നിട്ട് ഞാൻ കക്കൂസ് പോവില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ കള്ളു കുടിച്ചാൽ എൻ്റെ ദുന്യാവും പോയി, ആഹുറും പോയി. അതുകൊണ്ട് ഇജ്ജ് കള്ള് കുടിക്ക്. കാരണം ദുന്യാവിൽ ഏതായാലും ഇപ്പോൾ സാമ്പത്തിക പരാധീനൊക്കെ വരുന്ന കാലമാണ്. ഒന്നെങ്കിലും കൊണ്ട് അടി പോയാൽ അത്രയും നമുക്ക് തിന്നാലോ. ഞാൻ കള്ള് കുടിക്കേണ്ടതാണല്ലോ പറയുന്നത്. ഞങ്ങൾ കള്ള് കുടിച്ചോളാണ് പറയുന്നത്. കള്ള് കുടിക്കേ എന്ത് സൗകര്യം പോലെ ചെയ്യുക. അള്ളാഹു നമ്മൾ എന്താ വിചാരിക്കുന്നത്? കള്ളുടിക്കരുത് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിചാരിക്കണത് നമ്മൾ കള്ളുടിക്കാതിരുന്നാൽ മൂപ്പർക്ക് എന്തോ 30% കമ്മീഷൻ ഉണ്ടാവുന്ന. ഇപ്പൊ ഒരു കമ്മീഷന്റെ കാലം. എന്തിനും കമ്മീഷനാ. വളരെ ചിന്തിക്കണം. നീ എന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചോ, കള്ളുടിച്ചോ. അള്ളാഹു തആല അവളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്ന്. ഇനി രണ്ടാമത്തെ എന്താ? നീ കള്ള് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു അവസ്ഥ പറയാം. കള്ള് ഒരു തുള്ളി കാഷ്ടായാൽ, ഒരല്പം കാഷ്ടം വസ്ത്രത്തിലായാൽ ആ വസ്ത്രം കൊണ്ട് നമ്മൾ നിസ്കരിക്കൂല. എന്തുകൊണ്ട്? കാഷ്ടം നജസാണ്. മനസ്സിലായില്ല? നമ്മളെ വസ്ത്രത്തിൽ ഒരല്പം കാഷ്ടായാൽ, കാഷ്ടം ആയ വസ്ത്രം കൊണ്ട് നമ്മൾ നിസ്കരിക്കൂല. എന്തുകൊണ്ട്? കാഷ്ടം നജസാണ്. ഒരല്പം മൂത്രം നമ്മളെ വസ്ത്രത്തിലായാലും അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കൂല. ആ വസ്ത്രം ഇട്ട് നിസ്കരിക്കൂല. കാരണം മൂത്രം നേസാണ്. ഇതായിരിക്കണം മോത്സരിയന്മാർ, ഉസ്താദ്മാർ. 1, 2 ഇതൊക്കെ ഇതായിരിക്കണം. അങ്ങനെ തന്നെ ഉസ്താദെ. ഒരു തുള്ളി കള്ള് വസ്ത്രത്തിലായാൽ ഹുക്കും പരി പറയട്ടെ. എന്താ ഹുക്കും? ഒരു നേസാണ്. ഒരു തുള്ളി കള്ള് ഒരു വസ്ത്രത്തിലായാൽ ആ വസ്ത്രം കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. കാരണം നേസാണ്. അപ്പോൾ ഇസ്ലാമിൽ കാഷ്ടവും മൂത്രവും കള്ളും ഒരൊറ്റ ഹുക്കുമില്ല. എന്നാ പിന്നടാ കക്കൂസിന്റെ ക്ലോസറ്റ് വരലല്ലേ നല്ലത്, പൈസ കൊടുക്കണ്ടല്ലോ. മനസ്സിലായില്ല? നിങ്ങളെ മൂല്യരോടാ പറയുന്നത്. നിങ്ങളെ മൂല്യരാ പറയണ്ട്. ഞാനല്ല. ഇങ്ങളെ മൂല്യല്ലാണ് പറയേണ്ടത്, ഞാനല്ല. ഞങ്ങളെല്ലാവരും കള്ളുടിയന്മാരാ നീ പറഞ്ഞു. ഞാനല്ല. നിങ്ങളങ്ങനെ ആരും വിചാരിക്കരുത്. ഒറ്റൊന്നുണ്ടായാൽ മതി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അല്ലെങ്കിൽ ഇതൊക്കെ നിസാരാന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഇത് വിചാരിച്ചോ, നശിപ്പിക്കേണ്ട ജീവിതം. സ്വന്തം കുടുംബം വരെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഇഷ്ടത്തോട് മയ്യത്ത് നിസ്കരിക്കില്ല. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. പരമാവധി ഒഴിഞ്ഞു മറന്നു. നേരെ മറിച്ചോ കൂട്ടാവണ്ട, കുടുംബാവണ്ട. ഒരുത്തന്നോട് പറഞ്ഞു, ഞാൻ ദുബായിൽ പോയി ഇറങ്ങി റൂമിൽ ചെന്നപ്പോൾ റൂമിലുള്ള ആളുകൾക്കൊക്കെ ഒരു വിഷമം. എന്തേന്ന് ചോദിച്ചു. തങ്ങൾ മരിച്ചു അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. ഷിഹാബ് തങ്ങൾ മരിച്ച ദിവസം. ഷിഹാബ് തങ്ങൾ മരിച്ചിട്ട് ഈ വിവരം അറിയാതെ ഒരുത്തൻ കരിപ്പൂരിന്ന് ദുബായി പോയി ഇറങ്ങി സ്വന്തം റൂമിൽ ചെന്നപ്പോൾ റൂമിലുള്ള ആളുകൾക്കൊരു വിഷമം. എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, തങ്ങൾ മരിച്ചു എന്ന വിവരമുണ്ട്. അപ്പം അന്വേഷിച്ച് നോക്കുമ്പോൾ സത്യ. ഈ ആൾ എന്നോട് പറയാണ്, ഞാൻ 6 മാസം ലീവ് കഴിഞ്ഞിട്ട് എൻ്റെ പീടിക ഞങ്ങൾ 50-50 നടത്താറുള്ളതാ. ഒരാൾ 6 മാസവും മറ്റേ ആൾ 6 മാസവും. മറ്റവൻ്റെ 6 മാസം കഴിഞ്ഞ് ഞാൻ ഏറ്റെടുത്ത് ലാഭം കിട്ടേണ്ട ദിവസമാണ്. നാളെ രാവിലെ ഞാൻ ചാവിന് വാങ്ങും, അവൻ നാട്ടിൽ പോകും. ഞങ്ങൾ 50-50 ആയി നടത്താം. ഷിഹാബ് ഞങ്ങൾ മരിച്ചെന്ന് കേട്ടിട്ട് എനിക്ക് നിൽക്കക്കള്ളില്ല. ഞാൻ പെട്ടിയോടെ വെച്ച് പാസ്പോർട്ട് മാത്രം എടുത്തിട്ട് കിട്ടിയ പൈസ ഒരാളെ കയ്യിൽ നിന്ന് കടം വാങ്ങി പാഞ്ഞ് ട്രാവൽസ് ചെയ്യുന്നൊരു ബാഗൊരു ടിക്കറ്റ് ഉണ്ടായിരുന്നു.
ഞാൻ മറ്റന്നാൾ തിരിച്ചു വരും. ഒരു ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ പെട്ടെന്ന് എടുക്കുകയാണ്. ടിക്കറ്റ് എടുത്ത് വേഗം വന്നു. എന്തിന്? മയ്യിത്ത് നിസ്കരിക്കാൻ. എന്തുകൊണ്ട്? സ്വാലിഹായ മനുഷ്യനാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മുഅ്മിനെ ചിന്തിക്കണം. മൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ വലാ തസിറു വാസിറതുൻ വിസ്റ ഉഖ്റാ വമാ കുന്നാ മുഅർരിബീന ഹത്താ നബ്അത റസൂലാ. ഞാൻ അവിടുന്ന് പോവാണ്. അതൊറ്റ ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ജനങ്ങളെ, സ്വയം നന്നായാൽ ഇവിടെയും അനുഭവിക്കും സന്തോഷം, അവിടെ ഏതായാലും അനുഭവിക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നല്ല മനുഷ്യന്റെ റൂഹ് ഇങ്ങോട്ട് നോക്ക്. റൂഹ് പിടിക്കൽ 2 ജാതിയാ. ഇങ്ങോട്ട് നോക്ക്. റൂഹ് പിടിക്കൽ 2 ജാതിയാ. വന്നാസിആതി ഖർഖ വന്നാസിആതി ഖർഖ വന്നാശിതാതി നസ്താ. റൂഹ് പിടിക്കൽ 2 ജാതിയാ. ഒന്ന്, വെള്ളത്തിലേക്ക് തൊട്ടിയിട്ടിട്ട് അതിനെ പെട്ടെന്ന് അങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ റൂഹിനെ പിടിക്കും. അത് റൂഹിനെ പിടിക്കുന്ന ശൈലിയാ. വലിച്ച് ചീന്തി കൊണ്ടെടുക്കും റൂഹിനെ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. രണ്ടാമത്തെ ശൈലി എന്താ? രണ്ടാമത്തെ ശൈലി മാവിൽ നിന്ന് അല്ലെങ്കിൽ നെയ്യിൽ നിന്ന് നൂലിനെ വലിച്ചെടുക്കുന്നത് പോലെ മൃദുലമായി സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് വലിച്ചെടുക്കും. മെല്ലെ. ചിന്തിക്ക. ഒരു മനുഷ്യൻ നല്ലവനാണെങ്കിൽ മരണം സന്തോഷമാകും. എല്ലാവരും കരയുന്ന നേരത്ത് മരിക്കുന്നവൻ ഉള്ളിൽ ചിരിക്കും. എല്ലാവരും കരയും. എന്നാൽ ചില മയ്യത്തും ചിരിച്ചങ്ങനെ നടക്കും. ഇയാൾക്ക് വേണ്ടിയാ ഒരു കരഞ്ഞ്, പക്ഷേ അയാൾ ചിരിക്കുക. അങ്ങനത്തെ ചിരിച്ച മയ്യത്തിനെ ഈ അടുത്ത ദിവസം പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണം. وجهد لنفسك أن تكون إذا بكوا في حال موتك لاحقا مسرورا. എല്ലാവരും ചിരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടാണ് നീ ജനിച്ചത്. എല്ലാവരും കരയുമ്പോൾ ചിരിച്ചുകൊണ്ട് മരിക്കാൻ നോക്ക്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നോക്ക്. ولدتك أمك يا ابن آدم باكيا والناس حولك يضحكون سرورا وجهد لنفسك أن تكون إذا بكوا في حال موتك لاحقا مسرورا. ഇങ്ങോട്ട് നോക്ക് സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. സഹോദരങ്ങളെ, ഇത് തമാശ പറയുകയല്ല, ഗൗരവമായി ചിന്തിക്കണം. എല്ലാവരും ചിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് മനുഷ്യ നീ ജനിച്ചത്. കുട്ടി കരയുകയാണ്. കുട്ടികൾ കരഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടറോട് പറയും, ഡോക്ടറെ കുട്ടി ഇതുവരെ കരഞ്ഞിട്ടില്ല. കുട്ടി കരഞ്ഞാൽ, പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, കൂട്ടുകാർക്ക് സന്തോഷമായി, ബാപ്പാക്ക് സന്തോഷമായി. പ്രസവ വേദനയിൽ ബുദ്ധിമുട്ടിയ പെണ്ണിന് പോലും സന്തോഷമായി. കുട്ടിയുടെ കരച്ചിൽ കേട്ടു. അപ്പൊ എല്ലാവരും ചിരിച്ച്. നീ കരഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് എല്ലാവരും ചിരിക്കുകയും നീ കരയുകയും ചെയ്തുകൊണ്ടാണ് നീ ജനിച്ചത്. ഈ കരയ നാട്ടിൽ ചിരിക്കുക. ഇനിയോ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഇനി എല്ലാവരും കരയും, അപ്പൊ ഈ ചിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സയ്യിദ്ന ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങളെ പറ്റി ഒരു റിവായത്തിൽ കാണുന്നുണ്ട്. എത്രയോ വേറെയും കാണാം. ഈ സമാനിൽ പോലും ഞാൻ ഈ അടുത്ത ദിവസം പോലും അങ്ങനെ കണ്ടിട്ടുണ്ട്. നല്ല മനുഷ്യന്മാരാണെങ്കിൽ അവർ നാട്ടുകാരൊക്കെ കരയും, എന്നാൽ എന്തോ ഒരു പുഞ്ചിരിയായിരിക്കും അവരെ മുഖത്ത്. അവർ ചിരിച്ചാ മരിച്ചത്. അവരധ്വാനിച്ചു, അവർ ചിരിച്ചു മരിച്ചുപോയി. ചിന്തിക്ക്. സയ്യിദ്നാ ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ ഒരുങ്ങുമ്പോൾ
ഭാര്യ കരയുകയാണ്, കുട്ടികൾ കരയുകയാണ്, അയൽവാസികൾ കരയുകയാണ്, കൂട്ടുകാർ കരയുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വാ തുറപ്പാ, വാ തുറപ്പാ, വാ തുറപ്പാ, ഇന്നെൻ്റെ സന്തോഷമല്ലേ, ഇന്നെൻ്റെ സന്തോഷമല്ലേ, ഇന്നെൻ്റെ സന്തോഷമല്ലേ. അൽഖാ മുഹമ്മദൻ വഹിസ്ബഹു, ഞാൻ എൻ്റെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെയും നബിയുടെ പട്ടാളത്തെയും കാണാൻ പോയല്ലേ, എന്ത് സന്തോഷമാണ്, എന്തൊരാനന്ദമാണ്, എന്നെ ചിരിച്ച് പറഞ്ഞേക്കി എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു സയ്യിദുനാ ബിലാൽ. അബിസീനിയൻ അടിമയായ സയ്യിദുനാ ബിലാൽ, ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ ചാട്ടവാറടി കൊണ്ട് പൊളഞ്ഞ സയ്യിദുനാ ബിലാൽ, മക്കായിൽ ഒരു ദിർഹമിന് പോലും വിലയില്ലാതെ നടന്ന സയ്യിദുനാ ബിലാൽ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നന്നായി ജീവിക്കാൻ മരിക്കാൻ നോക്ക്. നന്നായി ജീവിച്ചാൽ നന്നായി മരിക്കും. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, സൂക്ഷിച്ച് ജീവിച്ചവർക്ക് നല്ല മരണം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വർക്കപ്പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഞാൻ നീട്ടിയൊന്നും പറയൂല, അങ്ങോട്ട് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണം. നിങ്ങൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എനിക്കറിയൂല എന്നുള്ള വർത്തമാനമൊന്നും ആരും പറയരുത്. എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിയും. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, ജീവിതം എന്നത് വളരെ നിസ്സാരമാണ്. ജീവിതം കുറഞ്ഞ കാലമാണ്. ഇത് രണ്ട് ജീവിതം ഇല്ല, ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. ഈ ആഴ്ച സംസാരം മധ്യേ വിദേശ രാജ്യത്ത് ഒരു യാത്രയിൽ സംസാരിക്കവേ ഞാൻ എൻ്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു, ഇനി ഒരു ജന്മം ഭൂമിയിൽ അള്ളാഹു തന്നാൽ മദീനക്കാരനായി ജനിക്കണമാണ് എന്നാണ് എൻ്റെ മോഹം. അള്ളാഹു തആല മുത്തുനബിയോട് കൂടെ കൂടാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. എന്നാൽ മദീനക്കാരനായി ഇനി ജനിക്കും? ഇല്ല, കഴിഞ്ഞു. ഒറ്റ ജീവിതമേ ഉള്ളൂ, രണ്ട് ജീവിതമില്ല. മുഅ്മിനെ, ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, അത് പാഴാക്കി കളയരുത്. മരണം രണ്ട് ജാതിയാണെന്ന് പറഞ്ഞല്ലോ, ജീവിതവും അങ്ങനെയാണ്. വളരെ ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സ് നിയന്ത്രിക്കുന്നവർ സ്വർഗത്തിൽ പോകും, മനസ്സിനെ നിയന്ത്രിക്കാത്തവർ നരകത്തിൽ പോകും. ഒരുത്തന് കള്ളു കുടിക്കണം, ഒരുത്തന് റാഹത്തിനൊരു കള്ളു കുടിക്കണം, ഒരുത്തന് റാഹത്തിനൊരു കട്ടൻ ചായയും കുടിക്കണം. രണ്ടാളും രണ്ട് സാധനം കുടിച്ച് റാഹത്ത് രണ്ടാൾക്ക് ഒരുപോലെയാണ്. പിന്നെ ഇത് മാറും. എന്താ മാറുക? കട്ടൻ ചായ കുടിച്ചവന് ആ കട്ടൻ ചായ കുടിച്ചതിന് ശേഷം ഒന്നും വരാനില്ല, ആ റാഹത്തോടു കൂടി അവനങ്ങനെ തിരിച്ചു പോവും. കള്ളുടിച്ചോനോ, അവൻ്റെ മനസ്സിങ്ങനെ അവനെ അവൻ്റെ മനസ്സ് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വേണ്ടില്ലായിരുന്നു, വേണ്ടില്ലായിരുന്നു, വേണ്ടില്ലായിരുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു മനസ്സ് തുറക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സിനെ നിയന്ത്രിച്ചാൽ മതി, മനസ്സിനെ നിയന്ത്രിച്ചാൽ മതി. ഒരുത്തന് വ്യഭിചരിക്കണം, ഒരുത്തന് തൻ്റെ ഭാര്യയുടെ അടുത്ത് പോകണം. രണ്ടാളുടെയും മനസ്സ് നിയന്ത്രിച്ചു. ഒരാൾ മനസ്സിനെ നിയന്ത്രിച്ചവനാണ്, ഒരാൾ മനസ്സിനെ നിയന്ത്രിക്കാത്തവനാണ്. രണ്ടാൾക്കും വികാരം എന്ന സംഗതി ഉണ്ടാവും. ഒരാൾ ആ വികാരത്തിൻ്റെ നിർവൃതി ഒരാൾ തൻ്റെ ഭാര്യയിൽ നിന്ന് അനുഭവിക്കും. അപ്പോഴോ അള്ളാഹുവിൻ്റെ അർശിന് കാവൽ നിൽക്കുന്ന, അതിനെ താങ്ങി നിൽക്കുന്ന മലക്കുകൾ പോലും ഇണകൾ സന്തോഷിച്ചാൽ സന്തോഷിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്നാലോ ഒരാൾ വ്യഭിചരിച്ചാലോ ആകാശം അവനോട് പിണങ്ങും, ഭൂമി അവനോട് പിണങ്ങും, നക്ഷത്രം അവനോട് പിണങ്ങും, സകല ജീവജാലം അവനോട് പിണങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിർവൃതി രണ്ടൊക്കെ ഒരുപോലെയാണ്. ഒരാൾ ഹലാലിന് ആസ്വദിച്ചു, ഒരാൾ ഹറാമിന് ആസ്വദിച്ചു. ആസ്വാദം രണ്ടും ഒരുപോലെയാണ്. നിങ്ങളിൻ്റെ കൂടെ വരണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ മനസ്സിനെ നിയന്ത്രിച്ച് പഠിക്കുക. ചിന്തിക്കണം മനുഷ്യന്മാരെ, ചിന്തിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയ പ്രഭാഷണത്തിൻ്റെ ഒന്നാം ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഒരു ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഒന്നാം ഭാഗം ഞാൻ തീർക്കുകയാണ്. നിയന്ത്രിക്കുക, കള്ളുടിക്കരുത്. കള്ളുകുടി ഈ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാരണം എന്താ? കടപ്പുറത്തെ നശിപ്പിക്കാൻ വേണ്ടി ചില റാക്കറ്റുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്.
പുതിയ തലമുറക്ക് കള്ള് കുടിക്കാൻ വേണ്ടി, കള്ള് കുടിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് മലപ്പുറം ജില്ലയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഉണരണം. നമ്മളെ കുട്ടികളെ മദ്യത്തിന് അടിമകളാക്കാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തണം. അതിന് ഉസ്താദുമാരെ ശട്ടം കെട്ടണം. അവർ ത്യാഗരൂകരായി രംഗത്തിറങ്ങണം. ഇതിൻ്റെ കൂലി ചെറുതല്ല, ഇതിന് വലിയ കൂലി കിട്ടും. എന്തുകൊണ്ട്? ഒരു മനുഷ്യനെ നരകത്തിന് രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ വലിയ അമലൊന്നും വേറെ ഇല്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇത് വളരെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? മദ്യം ഉണ്ടായ ഇനി ഒന്നും പറയണ്ട. അൽ ഖംറു ഉമ്മുൽ ഖബാഇസി, അൽ ഖംറു ഉമ്മുൽ ഖബാഇസി. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇസ്രായേലി ജനതയിൽ നല്ല മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് എല്ലാ തിന്മയോടും അയാൾക്ക് വെറുപ്പായിരുന്നു. വ്യഭിചാരത്തിന് അവസരമുണ്ടായി, അയാൾ വ്യഭിചരിച്ചില്ല. കൊലപാതകത്തിന് അവസരമുണ്ടായി, അതും അയാൾ ചെയ്തില്ല. പിന്നെ അയാൾ എന്ത് ചെയ്ത്? ഒരു ദിവസം അയാൾ മദ്യപിച്ചു. മദ്യപിച്ചപ്പോൾ അന്ന് അയാൾ വ്യഭിചരിക്കുകയും ചെയ്തു, അന്ന് അയാൾ കൊലപാതകവും നടത്തി. മനസ്സിലായില്ല? ഇസ്രായേലിൽ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. അയാൾ വ്യഭിചാരം അയാൾക്ക് വലിയ ദേഷ്യമായിരുന്നു. തല്ലും കൊലപാതകം ഉണ്ടാക്കണം, അതിലും വലിയ ദേഷ്യമായിരുന്നു. അതുകൊണ്ട് എവിടെ തല്ലും കൊലയുണ്ടെങ്കിൽ അയാൾ അങ്ങോട്ട് പോകില്ല. വ്യഭിചരിക്കാൻ അയാൾ സമീപിക്കാനല്ല, അത്രയും നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അവിചാരിതമായി ഒരു ദിവസം അയാൾ ആരുടെയോ പ്രേരണയിൽപ്പെട്ട് കള്ളുടിച്ചു. കള്ള് കുടിച്ച ദിവസം ഫസനം റാത്തൻ, ഒരു പെണ്ണിനെ വ്യഭിചരിക്കുകയും ചെയ്തു. ഖതല നഫ്സൻ, ഒരാളെ കൊല്ലുകയും ചെയ്തു. എന്തേ കാരണം? കള്ളുള്ളിൽ പ്രവർത്തിച്ചു. അൽ ഖംറു ഉമ്മുൽ ഖബാഇസി, എല്ലാ തിന്മയുടെയും മാതാവ് കള്ളാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ കാര്യത്തിന് ഇനി ഇതിൻ്റെ കൂടുതൽ സംസാരിക്കേണ്ടതില്ല. എല്ലാവരും മനസ്സിലാക്കണം, അവനവൻ്റെ ജീവിതം നശിപ്പിക്കണ്ട. ഇനി ഇതിലൊക്കെ പെട്ടുപോയി, ഇനി എന്താ ഉസ്താദെ ചെയ്യാം? മനസ്സൊന്ന് നിയന്ത്രിച്ചാള മോനെ, അതൊക്കെ കഴിയും. ഇന്ന് എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കട്ടൻ ചായ കുടിക്കാറില്ല. അതെന്ത്? കട്ടൻ ചായ കുടിച്ചാൽ വയറ്റിൽ കാളിച്ച. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ നാടൻ വൈദ്യർ എന്നോട് പറഞ്ഞു, കട്ടൻ ചായയും കാപ്പി ഒഴിവാക്കിക്കളാ, എന്നാൽ വയറ്റിൽ കാളിച്ചല്ലാതെയാവും എന്ന്. ഇപ്പോൾ ഞാൻ 2-3 മാസമായി കട്ടൻ ചായ കുടിക്കാറില്ല. അതിൻ്റെ ഗുണമുണ്ട് എന്ന് ഒരു രോഗിയായ മനുഷ്യൻ ഇപ്പോൾ ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. ശ്രദ്ധിക്കണേ. ഇങ്ങോട്ട് നോക്ക്. ഈ കട്ടൻ ചായയെ പറ്റി നമ്മൾ പറയുക, അത് നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിച്ച് കുടിച്ച് ശീലിച്ച സാധനമാണല്ലോ എന്ത്? കട്ടൻ ചായ. പക്ഷേ അതിൻ്റെ ദോഷമാണ് മനസ്സിലായപ്പോൾ അത് ഒഴിവാക്കാൻ മനുഷ്യന് എളുപ്പത്തിൽ കഴിഞ്ഞല്ലോ. എങ്കിൽ ഇതിനേക്കാൾ എളുപ്പത്തിൽ കള്ള് ഒഴിവാക്കാൻ കഴിയുമല്ലോ. കാരണം അത്രയൊന്നും കള്ളു കുടിച്ചിട്ടില്ലല്ലോ ആരും. വലിയ കള്ളുടിയാനും ചായ കുടിച്ചാൽ അത്രയൊന്നും കള്ളു കുടിച്ചിട്ടുണ്ടാവില്ല. ചായയൊക്കെ മനുഷ്യൻ അഡിക്റ്റാ കുട്ടിക്കാലം മുതൽ. അതായത് ഉമ്മാൻ്റെ മുലപ്പാലിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുടിക്കുന്ന സാധനം എന്താ? പറയും താനൂർക്കാരെ, ഞങ്ങളെ നാട്ടിലൊന്നും ചായ കുടിക്കില്ല ആരും. ഉമ്മാന്റെ മുലപ്പാലിനെ വിട്ടുകിട്ടാൽ പിന്നെ ക്ലാസ്സിൽ ഇമ്പ എന്ത്? ചായ. കട്ടൻ ചായ കുടിക്കാത്ത കാലല്ല. അത് നമുക്ക് സുലൈമാൻ നബിനെ പോലെ അതിനെ ഇഷ്ടമായതുകൊണ്ടാണ് അതിന് സുലൈമാനി എന്ന് പേരിട്ടത്. ചിന്തിക്ക്. നമുക്ക് സുലൈമാൻ നബിയെ വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മോലാളിമാരെ നമുക്ക് നല്ല ഇഷ്ടമാണല്ലോ. അതുകൊണ്ടാണ് വലിയ മൊലാളിയായിരുന്നു സയ്യിദ്നാ സുലൈമാൻ. അതുകൊണ്ട് മൊലാളിമാരുള്ള ഇഷ്ടത്തോടുള്ള ഇഷ്ടം കൂടിയും നബിയോടുള്ള ഇഷ്ടവും മൊലാലിനോടുള്ള ഇഷ്ടവും രണ്ടും കൂടി നമുക്ക് സുലൈമാൻ നബിക്കോട് കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടമാണ് സയ്യിദ്നാ സുലൈമാൻ. കാരണം കുറച്ച് സാധനം കയ്യിലുണ്ട്. മത്സരം നിന്ന് വല്ലതും തരികയാണെങ്കിൽ ഉപ്പര കയ്യിലേ മുതലുള്ളൂ. അപ്പം ചിന്തിക്കണം. അതുകൊണ്ടാണ് കട്ടൻ ചായക്ക് സുലൈമാനി എന്ന് പേരിട്ടത്. സുലൈമാൻ നബിയാണ് കട്ടൻ ചായ, ഈ ചായയുടെ ഉത്ഭവം അവരിൽ നിന്നാണ് ഒരു അഭിപ്രായവും ഉണ്ട്. അവിടത്തേക്ക് ഞാൻ പോകുന്നില്ല, തിരിച്ചു വരാം. അപ്പോൾ ഈ കട്ടൻ ചായ, ഒരു മനുഷ്യൻ ചായ കുടിച്ചിട്ട് ഉമ്മാൻ്റെ മുലപ്പാൽ വിട്ട് അന്ന് മുതൽ കുടിക്കാൻ തുടങ്ങിയത് ഈ കട്ടൻ ചായ. എന്നിട്ട് ഒരാൾ എന്നോട് പറയാം, 2 മാസം ഞാൻ ചായ കുടിച്ചിട്ടില്ല. എന്ത്? ചായ കുടിച്ചാൽ അതിൻ്റെ ദോഷം മനസ്സിലാക്കി വയറ്റിൽ കളിച്ച. ഇപ്പോൾ വയറ്റിൽ കളിച്ചല്ല. എങ്കിൽ കള്ളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒഴിവാക്കണമെന്ന് നീ വിചാരിച്ചാൽ നിനക്കതിന് കഴിയും. നിനക്കല്ലാതെ ഒരാൾക്കൂട്ട് കഴിയില്ല. മോലിയർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോലിയർ വയൽ പറഞ്ഞാൽ മൈക്കക്കാർക്ക് പൈസ കിട്ടുന്നല്ലാതെ ഒറ്റ കാര്യം ഉണ്ടാവില്ല. മൈക്കക്കാരങ്ങനെ പൈസയും വാങ്ങിപ്പോവും, അല്ലാത്ത വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. വയൽ പറയണ്ടെന്നൊന്നും ഇനി പറഞ്ഞ അർത്ഥമല്ല.
നമുക്ക് സ്വയം തോന്നിയാൽ നമ്മൾ നന്നാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ ലോകം പരലോകം നഷ്ടപ്പെടും ഇത്തരം വസ്തുക്കളിലൂടെ. അത് വർജിക്കണമെന്ന് ഞാൻ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇതിൻ്റെ ഒരു ബി പാർട്ടാണ്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വർഗം നമ്മളെ പരിസരത്ത് തന്നെ ഉണ്ട്. ഒന്ന് നമ്മളെ ഭാര്യ, ഒന്ന് നമ്മളെ വാപ്പ, ഒന്ന് നമ്മളെ അമ്മ, ഒന്ന് നമ്മളെ മക്കൾ. ഇവരോട് മാന്യമായി ഇടപെട്ടാൽ തന്നെയും പിന്നെ അഞ്ചോത്ത് നിസ്കരിച്ചാലും എന്തുറപ്പാണ്? സ്വർഗം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗം തേടി നിങ്ങൾ മക്കത്തൊന്നും പോകണ്ട. മക്കത്തേക്ക് പോകാൻ സൗകര്യം ഉണ്ടെങ്കിൽ പോയിക്കോളി. പണ്ടത്തെ കാലത്ത് അങ്ങനെ എല്ലാവരും ഒന്നും മക്കത്ത് പോകാറുണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ഒരു നാട്ടിൽ 1-2 ആൾ മക്കത്ത് പോയെങ്കിലായി. ഇപ്പോൾ ഈ ഗൾഫ് തുടങ്ങിയിട്ടല്ലേ മക്കത്ത് വല്ലാതെ നാട്ടിൽ പോടാൻ തുടങ്ങിയത്. പറയും മനുഷ്യന്മാർ സത്യം തന്നെയല്ലേ. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളെ മൂത്തേടം പഞ്ചായത്തിലൊരു ആചാര്യമില്ല. ഒരു പഞ്ചായത്തിൽ ഒരു ആചാര്യമില്ല എൻ്റെ കുട്ടിക്കാലത്ത്. എനിക്കിത് 52-ാമത്തെ വയസ്സാണ്. എൻ്റെ കുട്ടിക്കാലത്ത് മൂത്തേടം പഞ്ചായത്തിൽ ഒരു ആചാര്യമില്ല. ഇപ്പോൾ ആചാരല്ലാതെ വേറൊരാളുമില്ല. ആക്കാലത്തെ മനുഷ്യന്മാരെ എന്തിനും പറ്റിയിരുന്നു. ഇക്കാലത്തെ മനുഷ്യന്മാരെ എന്തിനാ പറ്റാന്ന് എനിക്കോട്ട് അറിയില്ല. ചിന്തിക്ക്. അജ്ജ് കൂടിയപ്പോൾ മനുഷ്യന്മാർ നാശമായി. ഞാൻ ഈ പറഞ്ഞുണ്ടാക്കി പുതിയ പിത്തന ഉണ്ടാക്കിയത് ഞാൻ പറയാം. മനുഷ്യൻ അതുകൊണ്ടൊന്നും നന്നാവില്ല, അതുകൊണ്ടൊന്നും നാശാവില്ല. ഈ നിനക്ക് സ്വർഗം ആരാണ് നിന്റെ സ്വർഗം എന്നറിയോ? നിന്റെ സ്വർഗം ഒന്ന് എൻ്റെ വാപ്പ. നിന്റെ വാപ്പയാണ് അൽ അബു ഔസത്തു അബു അബിൽ ജന്ന. സ്വർഗത്തിലെ നടുവിലെ വാതിൽ വാപ്പാന്റെ പേരിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗം വേണ്ടേ? വേണ്ടേ? വേണമെങ്കിൽ ബാപ്പാനെ നോക്കിക്കോളി, ബാപ്പാനെ പൂറ്റിക്കോളി. ബാപ്പാനെ പൂറ്റിയ സ്വർഗം കിട്ടും. സ്വർഗത്തിന്റെ നടുവിലെ വാതിൽ വാപ്പാടെ പേരിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. മക്കത്തൊക്കെ ഈ സൗകര്യത്തിന് പോയിക്കോ, നേരവും കാലവും കിട്ടിയാ പോയിക്കോ. സബീല, സൗകര്യം കിട്ടിയോല് വന്നാൽ മതി എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. മൊലാളി തന്നെ അത്രേ വിളിച്ചിട്ടുള്ളൂ. പിന്നെ ക്ഷണിക്കാത്തൊരു ഹാജരാകേണ്ട ആവശ്യം എന്താ? സമൻസില്ലാതെ പോണോ? പറയും മനുഷ്യന്മാരെ, സമൻസില്ലാതെ ഇതിന് ഹാജരാകണ്. മൊലാളി തന്നെ എത്രേ പറഞ്ഞിട്ടുള്ളൂ. സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ടാ പറയും മനുഷ്യന്മാര്. ഇന്നാവോ നിങ്ങളിൻ്റെ കൂടെ അല്ലേ? എന്താ നിങ്ങൾക്കൊരു വേചാറ്? ചിന്തിക്ക. ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസ് ലല്ലദീ ബിമക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാതും ബൈനാതും മഖാമു ഇബ്രാഹീം ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. صلاة الله سلام الله على طه رسول الله على ياسين حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واهل المدير يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പഠിച്ച ഇൽമ അല്ലാഹു നാഫിയാക്കി തരട്ടെ. സ്വർഗത്തിൽ പോകണ്ടേ മനുഷ്യന്മാര്? അതിന് മക്കത്തല്ല പോകേണ്ടത്. അതൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒന്നാമതായി ബാപ്പാനെ പോറ്റണം. അബ്വാബിൽ ജന്ന, സ്വർഗത്തിലെ നടുവിലെ വാതിൽ ബാപ്പാന്റെ പേരിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. എങ്ങനെ ബാപ്പാനെ പോറ്റണം? ഹലാലായി തെണ്ടിച്ച് അധ്വാനിച്ച് ഹലാലായി ജീവിച്ച് ബാപ്പാനെ പോറ്റണം. ഹറാമായ ഭക്ഷണം ബാപ്പാക്ക് കൊടുത്താൽ അതിൻ്റെ തല്ലും കൂടെ വേറെ കിട്ടും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്നത്തെ കാലത്ത് ഹലാലായി അധ്വാനിക്കാൻ പണിയാണ്. ഹലാലായ ലാഭം നല്ലോണം ശ്രദ്ധിച്ചാലേ ഉണ്ടാവുള്ളൂ.
ഹലാലായി അധ്വാനിച്ച് ബാപ്പാനെ പോറ്റിയാൽ ബാപ്പാന്റെ പേരിലാണ് സ്വർഗത്തിലെ നടുവിലെ വാർഡിൽ. സുന്നത്ത് സൗകര്യം ഉണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മതി. സുന്നത്ത് നിസ്കാരം വാജിബല്ല. എന്തുകൊണ്ട്? യുത്സാബു അലാ ഫിഅലി വലാ യുആഖബു അലാ തർക്കി. സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല എന്ന പേരിൽ മഹ്ശറിൽ ചോദ്യം ഉണ്ടാവൂല. അതിന്റെ അർത്ഥം സുന്നത്ത് നിസ്കാരം നിർത്തിക്കോളി എന്നല്ല. പക്ഷേ ബാപ്പാനെ പോറ്റോന്ന് ചോദ്യം ഉണ്ടാവും. കാരണം ബാപ്പാനെ പോറ്റൽ നിർബന്ധമാണ്. സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്തേ ഉള്ളൂ. കൂടുതൽ കൂലി വേണോ? കൂടുതൽ നിസ്കരിച്ചോ. ആകെ ഒരു ദിവസം നിസ്കരിക്കൽ നിർബന്ധം 17 റക്അത്താണ്. അത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുടുങ്ങും. അള്ളാഹു കാക്കട്ടെ. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആകെ ഒരു ദിവസം നിർബന്ധമായ നിസ്കാരം 17 റക്അത്താണ്. അത്ര മാത്രമേ ഉള്ളൂ. 17 റക്അത്ത്. സുബൈക്ക് 2, ളുഹ്റിന് 4, അസറിന് 4, 2ഉം 4ഉം 4ഉം 8ഉം 4 10, പിന്നെ 3, 4ഉം 7ഉം 10ഉം 17. ഒരു ദിവസം ആകെ ഉള്ളത് എത്ര? 17 റക്അത്ത്. അത് കൃത്യമായി നിലനിർത്താൻ അള്ളാഹു തആല തൗഫീക്ക് തരട്ടെ. സുന്നത്തോ സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്തോ, കൂലി കൂടുതൽ കിട്ടും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്നാൽ ബാപ്പാനെ പോറ്റിയിട്ടില്ലെങ്കിൽ മുട്ടുകൊള്ളൂ. കാരണം ബാപ്പാനെ പോറ്റൽ നിർബന്ധം. ലാ യുഖ്ബലു ശുക്റുല്ലാഹി ഇല്ലാ മഅ ശുക്രിൽ വാലിദൈനി. ഉമ്മാനെയും ബാപ്പാക്കും നന്ദി ചെയ്യാത്തവര് അള്ളാഹ്ക്ക് അമൽ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ. അനിഷ്കുർലി വലി വാലിദൈക. എനിക്കും നിന്റെ മാതാവിനും പിതാവിനും നീ നന്ദി കാണിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ഷരീഫ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മോനെ ചിന്തിക്കണം. ഇങ്ങോട്ട് നോക്ക്. സ്വർഗം കിട്ടണോ? ബാപ്പാനെ പോറ്റ്. സ്വർഗം കിട്ടണോ? ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മാത്ത്. ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം. ഉമ്മയോട് ചേർന്ന് പോലും പറയരുത്. ഉമ്മയുടെ മഹത്വം സുബ്ഹാനല്ലാഹ് വർണ്ണിച്ചു തീർക്കാൻ കഴിയുകയില്ല. യമനിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ഒരാൾ തൻ്റെ ഉമ്മയെ ചുമലിലേറ്റിക്കൊണ്ട് മക്കയിൽ വന്ന് കഅബാലയത്തിന് തവാഫ് ചെയ്തപ്പോൾ നബിയെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. യമനിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ഒരാൾ ഉമ്മാനെ തോളിലേറ്റി വന്നിട്ട് എന്ത് ചെയ്ത് കഅബാലയത്തിന് തവാഫ് ചെയ്യുന്ന നബി കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ കണ്ടപ്പോൾ ഈ മനുഷ്യൻ മുത്തുനബിയോട് പറഞ്ഞു, അന ബഈറുഹാ യാ റസൂലല്ലാഹ് മിനൽ യമനി. എൻ്റെ ഉമ്മാൻ്റെ ഒട്ടകാണ് ഞാൻ യമനിൽ നിന്ന് കൊണ്ടുവന്ന എന്നെ. ഞാൻ ഒട്ടക. ഉമ്മ പുറത്തിരിക്കുക. ഞാനാര്? ഞാനാര്? ഒട്ടകം. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഒട്ടക. എവിടുന്ന്? യമനിൽ നിന്ന് ഒട്ടകമായി വന്നതാ. ഹദ്ദൈതു ഹഖ്ഖഹാ യാ റസൂലല്ലാഹ്. ഞാൻ എൻ്റെ ഉമ്മാനുള്ള കടമ വീട്ടിയില്ലേ നബിയെ? ഫഖാലല്ല. ഉമ്മാൻ്റെ കടമ വീട്ടിയിട്ടില്ല മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഉമ്മാൻ്റെ കടമ വീട്ടിൽ നിന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ പറ്റൂല. അവസാനം ഉമ്മാനെ കൊണ്ട് പൊറ്റപ്പടിക്കലല്ലാതെ. എത്ര കടമ വീട്ടിയാലും വീടാത്ത ആളാണ് ആര്? നമ്മളമ്മക്ക് അല്ലാഹു തആല വലിയ ദറജ കൊടുക്കട്ടെ. ഉറക്കപ്പറ. ആഴ്ചയിൽ മക്കത്തേക്ക് ഉംറക്കുകയല്ല വേണ്ട. ഉമ്മാനെ പോറ്റ, ബാപ്പാനെ പോറ്റ. വളരെ ചിന്തിക്കണം. ഹലാലായി അധ്വാനിക്കുക. നിങ്ങൾക്ക് അല്ലാഹു തആല കടപ്പുറം തന്നിട്ടുണ്ട്. നല്ല മീൻ കിട്ടും. അല്ലാഹു ഇനിയും മീൻ തരട്ടെ. നിങ്ങൾ ഈ കടപ്പുറത്ത് മീൻ കമ്മിയായപ്പോൾ പാണക്കാട് സെയ്ദ് മുഹമ്മദ് നിശാപുരങ്ങൾ ദ്വാരക്കാൻ വേണ്ടി വന്ന എനിക്ക് ഓർമ്മയുണ്ട്. സത്യം തന്നെ അല്ലേ? നിങ്ങളെന്ത് ഭാഗ്യക്കാരാ. 20-ാം നൂറ്റാണ്ടിൽ മലയാളക്കര അങ്ങനത്തെ ഒരു ആൺകുട്ടിനെ കണ്ടിട്ടില്ല. ആ ജാത ആൺകുട്ടിയാണ് മുഹമ്മദ് നിശാപുരങ്ങൾ. ഇവിടെ വന്നില്ലേ മനുഷ്യന്മാരെ? താനൂർ കടപ്പുറത്ത് ദ്വാരക്കാൻ വന്നില്ലേ മനുഷ്യന്മാരെ? നിങ്ങൾക്ക് നേട്ടം ഉണ്ടായല്ലോ. ഇല്ലേ? പറയേ. നിങ്ങൾക്ക് വലിയ ചാകര കിട്ടിയാലോ അതിൻ്റെ പേരിൽ. തങ്ങൾ ഇല്ലേ? സത്യം തന്നെ അല്ലേ? അത് എത്രയോ നാട്ടിൽ ഞാൻ പ്രസംഗിച്ചോനാ. അല്ലാഹു തആല ഇനിയും നിങ്ങൾക്ക് നിഅമത്തിനെ തരട്ടെ. നിങ്ങൾ പേടിക്കണം. നിങ്ങൾക്ക് അല്ലാഹു ഒരു നിഅമത്ത് തന്നിട്ടുണ്ട്. അത് അവസാനിക്കൂല. പിന്നെ ഒരു കാര്യമുണ്ട് മനുഷ്യന്മാരെ, നമ്മൾ നേരായ വഴിക്കാണെങ്കിൽ നേരായ റൂട്ടിൽ അള്ളാഹിന്റെ റിസ്ക് തന്നുകൊണ്ടേയിരിക്കും. സാമ്പത്തിക മാന്യം അല്ലാഹു തആലക്കില്ല. ഇമ്മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസായിനു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. എനിക്കൊരു കമ്മിയുമില്ല. എൻ്റെ കയ്യിലെല്ലാം നിറഞ്ഞു കിടക്കാണെന്ന് അള്ളാഹ് പറയുന്നത്. അള്ളാഹ്ക്കൊരു കമ്മിയില്ല. അപ്പോൾ പേടിക്കണ്ട, ദാരിദ്ര്യമൊന്നും പേടിക്കണ്ട. നമ്മൾ റൂട്ടിലാണെങ്കിൽ അള്ളാഹ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. പക്ഷേ പ്രധാനമായി ചിന്തിക്കുക, ബാപ്പാനെ പോറ്റാൻ വേറൊരാളില്ല. ബാപ്പയോട് ചേർന്ന് പറയരുത്. ഉമ്മയെ
ഉമ്മാനെ പോറ്റാൻ വേറെ ആരുമില്ല. ഉമ്മാടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ. ലുക്മാനുൽ ഹക്കീമിന് ഹക്കീം തത്വജ്ഞാനി എന്ന് പേര് കിട്ടാനുള്ള ഒരു കാരണം കേട്ടോളൂ. പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽപ്പെട്ട ഒരു അധ്യായം ലുക്മാനുൽ ഹക്കീമിന്റെ പേരിലാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ലുക്മാനുൽ ഹക്കീമിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഖുർആനിൽ 114 സൂറത്തിൽപ്പെട്ട ഒരു സൂറത്ത് ആരുടെ പേരിലാണ്? ലുക്മാനുൽ ഹക്കീം. ലുക്മാനുൽ ഹക്കീമിന്റെ തത്വജ്ഞാനി ഹക്കീം തത്വജ്ഞാനി എന്ന് പറയാനുള്ള കാരണം എന്താ? ഉമ്മാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, വല്ലാത്ത ഇഷ്ടമായിരുന്നു ഉമ്മാനെ. ഇപ്പൊ എല്ലാ ദിവസവും പണിക്ക് പോകുമ്പോൾ ഉമ്മാനോട് ചോദിക്കും, മാതാത്ത തുർബീന മിന്നി, ഉമ്മാക്ക് എണ്ണ കൊണ്ടുവരേണ്ടത്. അപ്പം ഉമ്മ എന്തെങ്കിലും ഒരു സാധനം പറയും. അപ്പോൾ അതും വാങ്ങിയിട്ടേ വരുള്ളൂ ഉമ്മാൻ്റെ അടുത്തേക്ക്. ആര്? ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഖുർആനിലെ 114 സൂറത്തിൽ ഒരു സൂറത്ത് ആരെ പേരിലാണ്? ലുക്മാന്റെ പേരിലല്ലേ? നിങ്ങൾക്ക് അറിയാലോ റളിയല്ലാഹു അൻഹു. നബിയൊന്നുമല്ല, വലിയ മഹാനാണ്. ഉമ്മാനെ കൊണ്ടാ മഹാനായത്. എല്ലാ ദിവസവും ഉമ്മ പണിക്കും അമ്മാനോട് ചോദിക്കും, മാതാ തത്തുലുബീന മിന്നി യാ ഉമ്മി, അന്നെന്താ വേണ്ടത്? അപ്പം അന്ന് ഉമ്മാൻ്റെ ഒരു അമ്മ എന്തോ ഒരു സാധനം പറയും. അപ്പം അതും കൊണ്ടാ വരിക. ഒരു ദിവസം പൊരയിൽ ഇറങ്ങിപ്പോയപ്പോൾ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ മാതാ തത്തുലുബീന മിന്നി, അമ്മ ഉമ്മക്ക് എന്താ ഞാൻ കൊണ്ടുവരേണ്ടത്? അപ്പോൾ പറഞ്ഞു, ഉമ്മാനെ എനിക്കിന്ന് എല്ലാം നിറഞ്ഞ് കിട്ടും, നീ എന്ത് ഞാൻ ചോദിച്ചാലും കൊണ്ടുവന്ന് ഇപ്പം ഇന്ന് എനിക്ക് പ്രത്യേക ആവശ്യമൊന്നുമില്ല. എന്നാലും എടാ, ഇനി ഉരീദു അൻ അറാ തുർബത മിൻ തുറാബിൽ ജന്ന ഇതാ അൻത ഹസ്സൽതഹ, ഇത് എനിക്കത് കിട്ടുകയാണെങ്കിൽ അതൊന്ന് കൊണ്ടുപോവാ. എനിക്ക് ഇനി കാണാൻ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കാണാൻ എനിക്ക് വലിയ പൂതിയുണ്ട്. മനസ്സിലായില്ല മോനെ? എനിക്ക് അത്യാവശ്യം ഒന്നുമില്ല, ഈ എല്ലാ ദിവസവും കൊണ്ടുവന്നിട്ട് എനിക്ക് നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്കൊരു കൊതിയുണ്ട്. എന്ത്? ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് തന്നെ എന്ത് കാണണം? സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കാണണം എന്നൊരു കൊതിയുണ്ട് മോനെ. അതുകൊണ്ട് മോനെ ഇന്ന് പണി കഴിഞ്ഞ് പോയി വരുമ്പോൾ ഇതാ അന്ത ഹസൽതഹ, എനിക്ക് എവിടുന്നെങ്കിലും ആ മണ്ണ് കിട്ടുകയാണെങ്കിൽ കുറച്ച് എനിക്കൊന്ന് കൊണ്ടുപോവാ, എനിക്ക് സ്വർഗത്തിലെ മണ്ണൊന്ന് കാണാനുള്ള പൂതി കൊണ്ടാണ് എന്ന് പറഞ്ഞു. ആര്? ഉമ്മ. ആരോട്? മോനോട്. ഫബക. അപ്പോൾ ലുക്മാൻ കരഞ്ഞ്. കേൾക്ക്. ഫബക ലുക്മാൻ. അപ്പോൾ ലുക്മാൻ കരഞ്ഞു പോയി. മഹറാന്യത്തിലായി ഇങ്ങനെ നിന്ന്, എന്താ മകൻ പറയാത്ത, എന്താ കരയണ്? ഫബക ലുക്മാൻ അപ്പോൾ കരഞ്ഞു പോയി. എന്നിട്ടോ കുനിഞ്ഞ് ഉമ്മാടെ കാലിന്റെ ചുവട്ടിൽ നിന്ന് മണ്ണെടുക്കുകയും പിന്നെ മണ്ണുമ്മാക്ക് നീട്ടുകയും ചെയ്തു. തുർബത്തുൽ ജന്ന, ഉമ്മ ഇതല്ലാതെ ഭൂമിക്ക് എവിടെയും എനിക്ക് സ്വർഗത്തിലെ മണ്ണ് കിട്ടാനില്ല. മനസ്സിലായില്ല? സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുപോവാ മോനേറും. അപ്പോഴും കരഞ്ഞ് എന്നിട്ടാണ് കുനിഞ്ഞിട്ട് ഉമ്മാന്റെ കാലിന്റെ ചോട്ടിൽ നിന്ന് മണ്ണെടുത്ത്, ഹാദിഹി തുർബത്തുൽ ജന്ന, ഉമ്മ ദുനിയാവിൽ എനിക്ക് കിട്ടാവുന്ന സ്വർഗത്തിലെ മണ്ണ് പറയും, നിങ്ങളെ കാലിന്റെ ചോട്ടിലെ മണ്ണാണ് ഉമ്മ, അല്ലാത്തൊരു സ്വർഗത്തിലെ മണ്ണ് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു സയ്യിദുനാ ലുഖ്മാൻ. ഉറക്കെ പറ റളിയല്ലാഹു അൻഹു. അതോടുകൂടി ബഹുമാനപ്പെട്ടവർക്ക് പുതിയ ഒരു പേരും കിട്ടി, ഹക്കീം, തത്വജ്ഞാനി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. അപ്പോൾ സ്വർഗം വേണോ? നീ രണ്ട് കാര്യം, ഒന്ന് ബാപ്പാനെ പോറ്റ്, ഒന്ന് ഉമ്മാനെ പോറ്റ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ കുടുംബ കലഹമില്ലാതെ ജീവിക്കും. നെറ്റിമ്മൽ ചൂട്ടുണ്ടായത് കൊണ്ടൊന്നും സ്വർഗത്ത് പോകാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട. സ്വർഗം നിസ്കാരം വലിയ വിഷയം തന്നെ. നിസ്കരിക്കാത്തവൻ നരകമാണ്, അല്ലാഹു കാക്കട്ടെ. പക്ഷേ നിസ്കാരം മാത്രം പോരാ. ഏറ്റവും തുലാസിൽ കനം തൂങ്ങുക സൽസ്വഭാവമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആരുടെ ഈമാനാണ് ഏറ്റവും പൂർത്തിയായ ഈമാൻ എന്ന് ഹബീബായ നബിയോട് ഒരിക്കൽ ഒരു സദസ്സിൽ ചോദിക്കപ്പെട്ടു. നബിയേ, ആരുടെ ഈമാനാണ് ഏറ്റവും പൂർത്തിയായ ഈമാൻ, ആരുടേതാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഹബീബ് പറഞ്ഞേ, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, ഈമാൻ പൂർത്തിയായ ആൾ എന്ന് പറഞ്ഞാൽ അഹ്സനുഹും ഖുലുഖൻ, ഏറ്റവും നല്ല സ്വഭാവിയും, വഖിയാറുഹും ഇലാ നിസാഇഹിം,
പെണ്ണുങ്ങളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ബാപ്പാനെ പോറ്റണം. പറയും ഉമ്മാനെ 5 വക്ത് നിസ്കരിക്കുക. റമളാൻ മാസം വന്നെങ്കിൽ ഒമ്പ് വിൽക്കുക. വരുന്ന ഉറപ്പൊന്നുമില്ലല്ലോ, എൻ്റെ മരിച്ചു പോയാലും. നിസ്കാരം അന്നന്ന് ചെയ്യണം. അള്ളാഹു തആല നമുക്ക് ദീർഘായുസ്സ് തരട്ടെ. നിസ്കാരം അന്നന്ന് ചെയ്യണം. റമളാൻ വന്നെങ്കിൽ നോൽക്കാം. നിസ്കാരം അന്നന്ന് ചെയ്യുക. പിന്നെ ബാപ്പാനെ പോറ്റുക. പിന്നെ ബാപ്പാന്റെ വാതിൽ എവിടെയാന്ന് പറഞ്ഞ് പറ. ബാപ്പാന്റെ വാതിൽ എവിടെയാ? നടൂല വാതിൽ എന്ന് പറഞ്ഞതിന്റെ മാന എന്താ? നടൂല വാതിൽ എന്ന് പറഞ്ഞതിന്റെ മാന എന്താ? ഇപ്പൊ ഇതാണ് വാതിൽ. ഇപ്പൊ ഈ ഗേറ്റിന്റെ അവിടേക്കുള്ള വാതിൽ ഇതാണ്, ഇതല്ലേ? ഒന്ന് പറയും എൻ്റെ മനുഷ്യന്മാരെ, ഒരു വിവരമില്ലാത്ത പോലെ ഇരിക്കല്ലേ. ഈ ഗേറ്റിലേക്കുള്ള ഈ സ്റ്റേജിലേക്കുള്ള വാതിൽ ഇതല്ലേ? ശരി, അതിൻ്റെ നടുവിൽ ഒരാൾ നിന്നാൽ ഇതിലെ കയറുന്നോനെയും തടയാം, അതിലെ കയറുന്നോനെയും തടയാം. തിരിഞ്ഞിട്ടില്ല. ബാപ്പാന്റെ വാതിൽ ഒത്ത നടുക്കാന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് മനസ്സിലായില്ലേ? 8 വാതിലിന്റെ നടുവിലാണ് ആരുണ്ടാവുക? ബാപ്പ. അതായത് അങ്ങേ 4 വാതിൽക്ക് കൂടിയും ഈ പഹയൻ കയറുന്നുണ്ടോ നോക്കും. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? എൻ്റെ മകനായ പഹയൻ അങ്ങേ 4 വാതിൽക്ക് കൂടെ കയറുന്നുണ്ടോന്നും ബാപ്പ നോക്കും. പറ അങ്ങേ 4 വാതിൽക്ക് കൂടി കയറുന്നുണ്ടോ ഈ പഹയന്ന് ബാപ്പ നോക്കും. ബാപ്പ എവിടെ നിൽക്കുക? എന്ന് മുഹമ്മദ് മുസ്തഫ. ബാപ്പാന്റെ ഗേറ്റ് പാസ് കൊടുത്താലേ എൻ്റെ ഗേറ്റ് പാസ് കിട്ടുള്ളൂ എന്ന് മാന. ബാപ്പാന്റെ ഗേറ്റ് പാസ് കിട്ടാതെ എൻ്റെ ഗേറ്റ് പാസ് കിട്ടൂല എന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ്. ഇനി എന്തിനാ അവസാനം പറയണത്? ഉമ്മയോ? ഉമ്മാന്റെ പോറ്റാതെ കാലണ്ട് എടുത്തു വെക്കാൻ കഴിയില്ലാന്ന് മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം. ഉമ്മ ഒരു ദിവസം വെറുത്തിട്ടൊരു വാക്ക് പറഞ്ഞാൽ കഴിഞ്ഞ് മനുഷ്യന്റെ കഥ കഴിഞ്ഞ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കുരുത്തക്കെട് കളിച്ച് ഉമ്മന് വെറുത്ത് പോയാൽ, ബാപ്പ വെറുത്തു പോയാൽ കഴിഞ്ഞ്, പിന്നെ നന്നാവൂല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പിന്നുള്ളത് ഭാര്യ. ഭാര്യയോട് മാന്യമായി പെരുമാറണം. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, അമ്മോശാക്ക അമ്മായിമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. ഭാര്യയുടെ ബാപ്പയോടും ഉമ്മയോടും ആണ്. പെണ്ണിന്റെ ബാപ്പയോടും ഉമ്മയോടും. അവര് ഉമ്മയും ബാപ്പയുമാണ് ആണിന്. പെണ്ണ് പുതിയാപ്പളയുടെ ഉമ്മയോടും ബാപ്പയോടും അവൾക്ക് ബാപ്പയും ഉമ്മയുമാണവര്. പുതിയാപ്പള തൊട്ടാൽ പെണ്ണിന് ഉളുമുറിയും. പക്ഷേ പുതിയാപ്പളയുടെ ബാപ്പ തൊട്ടാൽ ഉളുമുറിയുകയില്ല. എന്തുകൊണ്ട്? സ്വന്തം ബാപ്പയുടെ ഹുക്കുമാണ് ആർക്കുള്ളത്? പുതിയാപ്പളിന്റെ ബാപ്പ. അതേപോലെ തന്നെ പുതിയണ്ണിന്റെ ഉമ്മയുടെ കണക്കും അങ്ങനെ തന്നെയാണ്. സ്വന്തം ഉമ്മയെ പോലെയാണ് ആര്? ആരുടെ ഉമ്മ? ബാപ്പാടെ ഉമ്മ. അപ്പോൾ കല്യാണത്തോടുകൂടെ നമുക്ക് 2 ബാപ്പയും ഉമ്മയും കൂടും. അമ്മോശാക്ക ബാപ്പാന്റെ സ്ഥാനത്താണ്, അമ്മായിമ്മ ഉമ്മാടെ സ്ഥാനത്താണ്. അവരൊക്കെ നമ്മളെ സ്വർഗം തരാം തടയാം, 2നും അർഹരാണ്. പടച്ചോൻ നമ്മളെ കാക്കട്ടെ. മനസ്സിലായോ? കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു ബാപ്പയെ ഒരു ഉമ്മയുള്ളൂ. കല്യാണം കഴിച്ചാലോ? പറ ചിന്തിക്കണം. കല്യാണം കഴിച്ചാൽ 2 ബാപ്പയായി 2 ഉമ്മയായി. സുഖാണ്, ഇവിടെ സുഖാണ്. പക്ഷെ അവിടെ കുടുങ്ങും. ഈ 2ആക്കും സ്വർഗം തടയാൻ കഴിയും. അവരോട് മാന്യമായി പെരുമാറണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു പെണ്ണിനെ പോറ്റി വളർത്തി 10-18 വയസ്സ് കഴിഞ്ഞ് എല്ലാ വിദ്യാഭ്യാസവും സൗകര്യവും നൽകി ആ പെണ്ണിനെ നിനക്ക് ഏൽപ്പിച്ചു തന്നാൽ ആ മനുഷ്യന് പിന്നെ നീ ബുദ്ധിമുട്ടിക്കരുത്. ഇനി ആ പെണ്ണിനെ കൊണ്ട് ഒരു ഉപകാരം അയാൾക്കില്ല. ഉപകാരം മുഴുവനും നീയാണ് എടുത്തത്. സത്യത്തിൽ ഓരോ ദിവസവും ഈ പെണ്ണിന്റെ ഒരു കൂലി അയാൾക്ക് എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ എൻ്റെ കൂടല്ല. ഞാൻ പോറ്റി വളർത്തിയ പോത്തിനെ നിങ്ങൾക്ക് പൂട്ടാൻ തന്നാൽ പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും കൊടുന്നേരേണ്ടതുണ്ടോ? പോത്ത് നിങ്ങൾ ഇവിടെ വരും മനുഷ്യന്മാരെ ചിന്തിക്കും. ഞാൻ പോറ്റി വളർത്തിയ ആടിനെ നിങ്ങൾ കറന്നാൽ പിന്നെ ഞാനോ പൈസ തരണ്ട്, നിങ്ങളോ പൈസ തരണ്ട്? പറയും. ഇന്നത്തെ അവസ്ഥ എന്തെങ്കിൽ ഒരു മോളെ കെട്ടിച്ചാൽ ആ തന്ത കുടുങ്ങി. കെട്ടിക്കണ വരെ മോളെ പോറ്റിയാൽ മതി. കെട്ടിക്കലാണ് കഴിഞ്ഞാൽ പിന്നെ ഈ പഹനെയും കൂടി പോറ്റണം. ഒരുത്തന് വിസ വന്നു. അപ്പോൾ അമ്മോശാക്കയോടൊരു പൈസ ചോദിച്ചു. അങ്ങനെ അമ്മോശാക്ക 50,000 റുപ്യ ചോദിച്ചു.
അയാൾ പാഞ്ഞ് പിന്നെ തല പൊട്ടി ബുദ്ധിമുട്ടായി ഒരാഴ്ച ഓടിയിട്ട് അയാൾക്ക് 25,000 റുപ്യ കിട്ടിയുള്ളൂ. അങ്ങനെ ഈ 25,000 റുപ്യ മടിയിലിട്ടുകൊണ്ട് ഇയാൾ ഇത് കൊടുക്കാൻ വേണ്ടി ചെന്ന്, മോനെ ഞാൻ കുറേ പാഞ്ഞിട്ട് വാപ്പാക്ക് വേണ്ടത്രയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അപ്പോഴത്തേന് പറഞ്ഞു, എന്നാ നിങ്ങളെ മകളെ 3 പേരാക്കും ഞാൻ ചെല്ലി. എന്തൊരു കൗമാണ് പഠിച്ചോന്. നഊദുബില്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താണ് മനുഷ്യന്മാര്, ഇതൊക്കെ നാട്ടിൽ നടന്ന കാര്യം, തമാശ പറയല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ തൻ്റെ പാവം ആ മകളെ കയ്യും കുടിച്ച് വേദനയോടുകൂടെ പോകുന്നൊരു സംഭവം ഞാൻ അറിയുന്നൊരു സംഭവമുണ്ട്. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, പക്ഷെ എൻ്റെ മനസ്സിൻ്റെ വേദന പറയുക. എന്താണ് പറഞ്ഞ സംഭവം? സ്വന്തം ബാപ്പയാണ്. എന്തുകൊണ്ട് ആ പെണ്ണിനെ കിട്ടുന്നതോടുകൂടെ അയാൾ എൻ്റെ ബാപ്പയാ. ഒരു പെണ്ണിനെ പോറ്റി വളർത്തി 18 വയസ്സാക്കിയതിന് ശേഷം കെട്ടിച്ചെന്നാൽ പിന്നെ അയാളെ പോറ്റാനാണ് നീ ശ്രമിക്കേണ്ടത്. ആ ഉമ്മക്ക് ഉപകാരം ചെയ്യാനാണ് നീ ശ്രമിക്കേണ്ടത്. ആ പാപ്പക്ക് ഉപകാരം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അവരെ ബുദ്ധിമുട്ടാക്കലല്ല. സ്വർഗത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ 2 ആളെ കൂടി നിനക്ക് കിട്ടിയല്ലോ. ഒന്നൊരമ്മോശാക്കയും, ഒന്ന് സ്വന്തം ബാപ്പയും, ഒന്ന് സ്വന്തം ഉമ്മയും. ഒന്ന് അമ്മോശാക്കയും അമ്മായിമ്മയും. അവരും പറയും, പടച്ചോനെ നല്ലോനായിരുന്നു എൻ്റെ മരുമോന്, അവൻ ബാപ്പയെ പോലെ എന്നെ പോറ്റിയവനാണ്, ഉമ്മയെ പോലെ എന്നെ പോറ്റിയവനാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഏറ്റവും നല്ല സൽസ്വഭാവിയും പെണ്ണിനോട് ഏറ്റവും മാന്യമായി പെരുമാറിയവനുമാണ് ആദ്യം സ്വർഗത്തിലെത്താൻ മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വർഗം കിട്ടാനുള്ള വഴി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 1 5 വഖ്ത് പറയ് നിസ്കരിക്കുക, അതെന്നെ. പിന്നെ ബാപ്പാനെ പോറ്റുക, ഉമ്മാനെ പോറ്റുക. അമ്മോശാക്കാനോട് മാന്യമായി പെരുമാറുക, അമ്മായിമ്മയോട് മാന്യമായി പെരുമാറുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഭാര്യയോട് മാന്യമായി പെരുമാറുക. ഭാര്യ മാന്യനല്ലാതെ പെണ്ണിനോട് മാന്യത പുലർത്തുകയില്ല, നീചനല്ലാതെ പെണ്ണിനെ ആക്ഷേപിക്കുകയും ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. വർത്താനം പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞേ? മാന്യനല്ലാതെ പെണ്ണിനോട് മാന്യത പുലർത്തുകയില്ല, നീചനല്ലാതെ പെണ്ണിനെ ആക്ഷേപിക്കുകയും ഇല്ല. പെണ്ണിനോട് മാന്യത പുലർത്തിയാൽ അവൻ ആരാണ്? മാന്യനാണ്. പെണ്ണിനോട് ചീത്ത അറിയാ, പെണ്ണിനെ തല്ലുക, പെണ്ണിനെ ചീത്ത അറിയാ എങ്കിൽ അവൻ അവൻ നീചനാണ്, നിന്ദ്യനാണ്. പടച്ചോൻ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാന്റെ റിക്കാർഡിൽ അവൻ്റെ പേര് എഴുതും, നിന്ദ്യനാണ്, നിന്ദ്യനാണ്, ബെടക്കാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. സ്വർഗത്തിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്വർഗം നമ്മളെ ടവട്ടത്തിലുണ്ട്. പിന്നെ ചെയ്യേണ്ട പണി എന്താ? പിന്നെ മനുഷ്യന്മാരെ പിന്നെ ചെയ്യേണ്ട ഒരൊറ്റ പണിയും കൂടി പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ? ഒരൊറ്റ പണിയും കൂടെ. അവനവൻ്റെ മക്കളെ അവനവൻ അള്ളാന്റെ പൊരുത്തത്തിൽ വളർത്തുക. അത് മാത്രം പണി. വേറൊരുത്തൻ്റെ കണക്കെടുക്കാൻ നടക്കണ്ട. അവനവൻ്റെ മക്കളെ പോറ്റുക. ഇന്ന് മക്കളെ മാന്യമായി പോറ്റാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്, വളരെ പ്രയാസം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ നല്ല ഉഷാറിലിരിക്കുകയാണെങ്കിൽ ഞാനതിൻ്റെ ഒരു ഉള്ളു പറഞ്ഞുതരാം. ഏത് വിദ്യാഭ്യാസത്തിൻ്റെ മേലെയാണ് മക്കളെ പോറ്റുന്ന ആളുകൾ? നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. അപ്പോഴേ ഞാൻ ഈ പോയിന്റ് പറയൂ. മക്കളുള്ള ആളുകൾ ചെയ്യേണ്ട പണി, ഏത് കോളേജിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്നത് അതൊരു ഭാഗം തന്നെയാണെങ്കിലും അതുകൊണ്ട് പൂർണ്ണമായും മക്കൾ നന്നാവും എന്ന് വിചാരിക്കണ്ട. മക്കളെ നന്നാകാനുള്ള ഏറ്റവും നല്ല മാർഗം 1 ബാപ്പയും ഉമ്മയും നന്നാവുക. 2 നട്ടപ്പാതിരക്കിണീറ്റ് മക്കൾ നന്നാവണേ നന്നാവണേ അള്ളാനോട് ദ്വാർക്ക. വേറെ ഒരു വഴിയില്ല. വേറെ എന്ത് വഴി പറഞ്ഞാൽ ഞാൻ മറുപടി അറിയും. ഒരു വഴിയുമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതിനെ കുറിച്ച് വ്യാഖ്യാനം എനിക്ക് പറയാൻ കഴിയും, പക്ഷേ ഇത് പരസ്യമായി പറയുന്നതിൽ ഖൈറില്ല. ഈ അടുത്ത കാലഘട്ടത്തിൽ ഇപ്പം ഇന്നെപ്പോലത്തെ ആളുകളുടെ അവസ്ഥ എന്തെന്നാൽ, ഇന്നിപ്പോൾ താനൂര, നാളെ നേരം വിളിച്ചാൽ കൂടല്ലൂര. അപ്പം മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ
എവിടെ ചെന്നാലും ഏതെങ്കിലും ഒരാളൊരു സ്വകാര്യം പറയും. ഇവിടെ ഉസ്താദേ, ഇവിടെ കഴിഞ്ഞ ആഴ്ച സംഭവം ഉണ്ടായി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് നമ്മളോട് പറയും. അതിപ്പോൾ അത് പത്രത്തിൽ എഴുതൂല, ആരും അറിയില്ല, എന്നാൽ നമ്മളോട് പറയും. ഉസ്താദ് ഇവിടെ നിങ്ങളൊന്ന് സൂചിപ്പിച്ചാൽ മതി. ഇവിടെ പറഞ്ഞെന്നല്ലട്ട അതിൻ്റെ മേന, ഇവിടെ മൂല്യരെന്തോ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്, അങ്ങനെ വേനൊക്കെണ്ട. സ്വാഭാവികമായും ഒരു നാട്ടിൽ ചെന്നാൽ പറയും, ഉസ്താദേ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി എന്ന്. മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത സംഭവം വരെ നമ്മളോട് പറയും. പറയാൻ പറ്റാത്ത സംഭവങ്ങൾ, ഒരിക്കലും പറയാൻ പറ്റാത്ത സംഭവങ്ങൾ പറഞ്ഞിട്ട് ഈ അടുത്ത ദിവസം പോലും പറഞ്ഞത് എനിക്കറിയാം. പിന്നെ അതൊന്നും പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയില്ല. കാലം അവസാനിച്ചു എന്നേ, ഞാൻ ദജ്ജാൽ അടുത്ത ദിവസം വരുന്നതാണ് എൻ്റെ വിചാരം, അങ്ങനെ വിശ്വസിക്കുന്നത്. ഞാൻ 1984 എൻ്റെ ഉസ്താദ് എനിക്ക് 1984 ഒരു 2 മിനിറ്റ് ഒരു കഥ പറയട്ടെ. ഞാൻ 1984 ഒരു ദിവസം രാവിലെ എൻ്റെ ഉസ്താദിന് ഞങ്ങൾക്ക് മിഷ്കാത്ത് ഓടിത്തരിക 984. അപ്പം മിഷ്കാത്തിൽ ഒരു ഹദീസ് ഉണ്ട്, ഖിയാമത്ത് നാൾ അടുത്തു കഴിഞ്ഞാൽ പുരുഷൻ, മകൻ അവൻ്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി ഭാര്യയെ സമീപിക്കേണ്ടതുപോലെ ഉമ്മയെ സമീപിക്കുന്ന ഒരു കാലം വരും. സ്വന്തം വികാര പൂർത്തീകരണത്തിന് വേണ്ടി ഉമ്മയെയും സമീപിക്കുന്ന മക്കളുടെ ഒരു കാലം വരും എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് ഞാൻ പഠിക്കുന്നത് 1984 ഒരു സുബഹിൻ്റെ ശേഷം കോടങ്ങാട് പള്ളിയിൽ ഞങ്ങളെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാർ അവരെ ആണ്ടാണ് നാളെ. ദർസ് നടത്തുമ്പോൾ ഒരു ദിവസം രാവിലെ മിഷ്കാത്ത് ഓടി തന്ന കൂട്ടത്തിൽ ഈ ഹദീസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ വേറെയും ഉണ്ട്, ആളുകളുണ്ട്. ആ ഹദീസൊക്കെ ഉസ്താദ് ബയാൻ ചെയ്തത് കേട്ട ആളുകൾ ഇന്നിവിടെ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ആ വിഷയം എങ്ങനെ പറഞ്ഞുകൊണ്ട് ഉസ്താദ് ആ ഹദീസ് വിശദീകരിച്ചു എന്ന് പറഞ്ഞു. സ്വന്തം ഭാര്യയെ സമീപിക്കുന്നത് പോലെ തൻ്റെ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി ഉമ്മയെ സമീപിക്കുന്ന മക്കളുടെ ഒരു കാലം വരും. അത് ഖിയാമത്ത് നാൾ അടുത്താലാണ് സംഭവിക്കാന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആ ഹദീസ് ഓതി തന്ന് ഉസ്താദ് പോയി. പിന്നെ ഞങ്ങൾ കൂടിയിരിക്കുന്ന ആളുകൾ പഠിപ്പിച്ച ഒന്നും കൂടി അവിടെ തന്നെ ഇരുന്ന് വേഗം ഒന്നും കൂടി ഒന്ന് നോക്കും. കാരണം പിന്നെ അത് മറന്നു പോയാലോ എന്ന് പേടിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നാണ്ട് ഒന്നും കൂടി അത് വായിച്ചോതാന്ന് പറയും, മൂല്യന്മാരെ അതിന് വായിച്ചോതാന്ന് പറയും, ഒന്നും കൂടി ഒന്ന്. അപ്പം കൂട്ടത്തിൽ നേടിയനായ 1-2 ആളുകളുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ ഹദീസിൻ്റെ അവിടെ എത്തിയപ്പോൾ തമ്മിൽ പറയും അതും ഒരാൾ എടുത്തിട്ട് അങ്ങനത്തെ ഒരു കാലം വരണമെങ്കിൽ എത്ര കാലം കഴിയേണ്ടി വരും. അപ്പോൾ കൂട്ടത്തിൽ ഒരു കണ്ണൂർക്കാരനായ ഒരു മൂല്യരുണ്ട്. മൂപ്പര് പറഞ്ഞ് ഒരു 500 കൊല്ലമൊക്കെ വേണ്ടി വരൂലേ റഹ്മത്തുള്ള എന്ന്. മനസ്സിലായില്ല. ഉമ്മാൻ്റെ അടുത്തേക്ക് വികാര പൂർത്തീകരണത്തിന് പോകുന്ന മക്കളുടെ കാലം വരണമെങ്കിൽ ഒരു 500 കൊല്ലെങ്കിലും വേണ്ടി വരൂലേ റഹ്മത്തുള്ള എന്ന്. അക്കരൊക്കെ വേണ്ടി വരുമായിരിക്കും എന്ന് ഞാനും പറഞ്ഞ് ഞങ്ങളങ്ങനെ പറഞ്ഞ് പിരിഞ്ഞു. നിങ്ങളോട് പറയുക, ഇങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ എൻ്റെ ചെവി അറിയാതെ ചില രഹസ്യങ്ങൾ ചില ആളുകൾ പറഞ്ഞത് ഇന്ന് എൻ്റെ ചെവിയിലുണ്ട്, എൻ്റെ ഇവിടെ ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ദജ്ജാൽ നാളെയോ മറ്റന്നാളോ വരും. അള്ളാഹു നമ്മളെ കാത്ത്. സത്യമാണ് കുട്ടികളെ, നിങ്ങൾ യാതൊരു സംശയിക്കണ്ടട്ടാ. സമയം കഴിഞ്ഞു കേട്ടോ. നിങ്ങളിത് തമാശയായി വിചാരിക്കണ്ട. സമയം തീർച്ചയായും അവസാനിച്ചിട്ടുണ്ട്, യാതൊരു സംശയവും വേണ്ട. സമയം അവസാനിച്ചിട്ടുണ്ട്, യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ഇതിനപ്പുറമൊക്കെ എനിക്ക് പറയാൻ കഴിയും ഈ വിഷയത്തിൽ, പക്ഷേ അതൊന്നും പറയുന്നതിൽ ഹൈറില്ലാത്തതുകൊണ്ട് ഞാനതാണ് മൂടാണ് വായി. അപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ മക്കളങ്ങോട്ട് പോറ്റി വളർത്തണമെങ്കിൽ കോളേജും സ്കൂളും ഒക്കെ ശരി തന്നെ, മദ്രസയിൽ പറഞ്ഞയച്ചു അതൊക്കെ ശരി തന്നെ. പക്ഷേ അതൊക്കെ അതിൻ്റെ ചാനലാണെങ്കിൽ പോലും ഇപ്പം ചായ ഉണ്ടാക്കാൻ ചായപ്പൊടി വാങ്ങുക, പഞ്ചസാര വാങ്ങുക, വെള്ളം മുക്കി വെക്കുക, പാല് കറന്നുകൊണ്ട് നിൽക്കുക, ഇതൊക്കെയാണല്ലോ ചായക്ക് ആവശ്യം അല്ലേ? പഠിച്ചോനെ റബ്ബേ, ഇവർക്ക് ലേശം ബുദ്ധി കൊടുക്കണമേ അല്ലാ. ഒരു ആമീൻ പറയും മനുഷ്യന്മാരെ. പറഞ്ഞത് മനസ്സിലായില്ലേ? ചായ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടത്? ചായപ്പൊടി വാങ്ങി വെക്കുക, പഞ്ചസാര വാങ്ങി വെക്കുക, പിന്നെ പാല് കറന്നു വെക്കുക, വെള്ളം മുക്കി വെക്കുക, ഇതൊക്കെ തന്നെ വേണ്ട. പക്ഷെ ഇതൊക്കെ അത് വാങ്ങി വെച്ചത് കൊണ്ട് ചായ ആകുമോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് സ്കൂൾ മദ്രസ. സ്കൂളിലെ പാഠം പഠിച്ച് മദ്രസയിലെ പാഠം പഠിച്ച് പറഞ്ഞാൽ
ചായപ്പൊടി വാങ്ങി പഞ്ചസാര വാങ്ങി വെള്ളം മുക്കിയെന്ന അതിനെ വായന. ഇനി അത് ഉമ്മ എന്ത് ചെയ്യണം? ഞാൻ പാഠം ശരിക്കാണ് കാണിച്ചു കൊടുക്കേണ്ടത് ആരാ? ബാപ്പയും ഉമ്മയും. അപ്പൊ അത് കുട്ടികൾ ശരിക്കാണ് മനസ്സിലാക്കും, ആ കുട്ടികളാണ് അമ്മാവും. അല്ലെങ്കിൽ ചായപ്പൊടി അതിന്റെ അളുക്കിൽ കിടക്കും, പഞ്ചസാര അതിന്റെ അളുക്കിലും കിടക്കും, ചായ മോണ്ടാൻ കഴിയൂല. മദ്രസയിലെ പാഠം അത് എത്ര വലിയ പാടാണെങ്കിലും അത് അളുക്കിലെ ചായപ്പൊടിയാണ്. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? ചില ആളുകൾ പറയും 10ാം ക്ലാസ് മദ്രസയിൽ പഠിച്ചിട്ടും നിന്റെ കുട്ടി ഇങ്ങനെ ആയല്ലോ ഓലിയരേ, അളുക്കിൽ ചായപ്പൊടി വാങ്ങിച്ചിട്ടും എനിക്ക് തുള്ളി ചായ കുടിക്കാൻ കഴിയില്ലല്ലോ ഓലിയരേ എന്ന് പറഞ്ഞ മതിയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അളുക്കിലെ ചായപ്പൊടിയാണ് മദ്രസയിലെ പാഠം. അതിന്റെ അർത്ഥം മദ്രസക്കാരും പറഞ്ഞേക്കണ്ടെന്നല്ല, ചായപ്പൊടി ഇല്ലാതെ ഉണ്ടാവില്ലല്ലോ. നിങ്ങളിവിടെ ഇല്ല, മനസ്സിലായോ പറഞ്ഞത്? ചായപ്പൊടി വാങ്ങി വെക്കണം എന്നുള്ള കാര്യം ഉറപ്പ്. പക്ഷെ ചായപ്പൊടിയും പഞ്ചസാരയും വാങ്ങി വെച്ചോണ്ട് എന്തുണ്ടാവില്ല? ചായ ഉണ്ടാവില്ല. അതിനി ഉമ്മയോ ബാപ്പയോ അല്ലെങ്കിൽ മൂത്തത്താത്തയോ അടുക്കളയേക്കാൾ വന്നിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് പാകത്തിന് ചായപ്പൊടിയും പാകത്തിന് പഞ്ചസാരയും ഇട്ട് പാലണ്ട് ഒഴിച്ചാൽ അതെന്തായി? ചായ. അപ്പം കുട്ടികൾക്കൊക്കെ കുടിക്കാം. മദ്രസയിലെ പാഠം നമ്മളെ ബാപ്പയും ഉമ്മയും ജീവിതത്തിൽ പകർന്ന് പാണിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ കോലത്തിലായത്. യാതൊരു സംശയം വേണ്ട. എൻ്റെ ഉസ്താദിൻ്റെ ബാപ്പ തന്നെയാണ്, എൻ്റെ ഉസ്താദും എൻ്റെ ഉമ്മയാണ്. സത്യമായിട്ടും എൻ്റെ ഉസ്താദ് എൻ്റെ ബാപ്പയാണ്, എൻ്റെ ഉസ്താദിൻ്റെ ബാപ്പയാണ്. എന്നാൽ ഞാൻ പഠിച്ച ബാപ്പയിൽ നിന്നാണോ? അല്ല. പാഠം പഠിച്ചത് ഓക്കെ എന്തിമുട്ടിയുടെ കയ്യിൽ നിന്നും കാപ്പിൽ മുറുസിലെ കയ്യിൽ നിന്നൊക്കെയാണ് പാഠം പഠിച്ചത്. പക്ഷേ അതിനെ ചായയാക്കി തന്നത് ബാപ്പയാണ്, ചായയാക്കി തന്ന ഉമ്മയാണ്. ഒരു നല്ല വൈക്കായപ്പോൾ നമ്മൾ നല്ല വൈക്കോയി. അള്ളാഹു തൗഫീഖ് തരട്ടെ, നമ്മളെ വഴി ഇനിയും നന്നാക്കി തരട്ടെ. മനസ്സ് തുറന്നാമയും പറയാം, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ്. ഈ സാധുക്കളായ മൂല്യന്മാരെ വെറുതെ കുറ്റം പറഞ്ഞ ഒരു മൈനില്ല. അളുക്കിൽ ചായപ്പൊടി കൊണ്ടേ വെച്ചിട്ട് ചായ ഉണ്ടാണില്ലല്ലോ എന്ന് പറയും പോലെയാണത്. ഇവർക്ക് എന്തേ, പീടിയിലെ ആൾക്ക് എന്തേ കഴിയുള്ളൂ? ഒന്ന് പറയും മനുഷ്യന്മാരെ, എല്ലാ പൊരിലും വന്ന് ചായ തരാനും മസാലപ്പൊടിയാക്കാനും കഴിയോ? അവൻ എന്തേ ചെയ്യണ്ടുള്ളൂ? ചായപ്പൊടി വെക്കുക. ഒന്ന് പറയും മസാലപ്പൊടിയക്കാരൻ ചെയ്യണ പണിയാ പറയുന്നത്. ചായപ്പൊടി വെക്കുക, പഞ്ചസാര വെക്കുക. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നാട്ടിൽ ചായ ഉണ്ടാവില്ല. പക്ഷെ അപ്പോൾ ചെയ്യുന്ന പണി വലിയ പണിയാണ്. ഇനി അത് കൊണ്ടുപോയിട്ട് അത് ചായയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ബാപ്പാക്കാണ്, ഉമ്മക്കാണ്. മദ്രസയിൽ നിന്ന് ഒരു പാഠം പഠിച്ചു വന്നു, നേരെ എതിര് കോലത്തിലാണ് ബാപ്പാന്റെ ജീവിതമെങ്കിൽ കുട്ടി ഉണ്ടാവില്ല. വയറിൽ അവസാനിച്ചു. കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഈ കുട്ടി വേണമെങ്കിൽ ആ മദ്രസയിൽ ആ റാങ്കറിനായിരിക്കും, പക്ഷെ അവൻ പിന്നെ കള്ളുടിയനാവും. കാരണം അവൻ്റെ ബാപ്പാന്റെ പോലെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മദ്രസിനെ മൂല്യമാരെ കുറ്റം പറയും. എന്താ പറയാ? മനസ്സിലായില്ല. അതൊക്കെ പറഞ്ഞത് മനസ്സിലാണെങ്കിലോ ആർക്ക് പിരാന്തായാലും തല്ല് കോമൂനാണെന്ന് പറഞ്ഞ മാതിരിയാ. ഏത് വേണ്ടാത്തരുണ്ടായാലും തല്ലാർക്കാവും. മൂല്യന്മാർക്കാ. അപ്പോൾ ഇന്നൊരു ചെണ്ട ഉണ്ടല്ലോ മൂല്യര്, ആർക്കും തല്ലാവുന്നൊരു ചെണ്ടയാണല്ലോ മൂല്യര്. അല്ല, നിങ്ങൾ കേക്ക്. ഈ സാധുക്കൾ പഠിക്കേണ്ടതൊക്കെ പഠിപ്പിച്ച് മദ്രസയിലെ റാങ്ക് വാങ്ങി പഠിപ്പിച്ച കുട്ടികൾ പറഞ്ഞിട്ട് 3-ാം ദിവസം ആ നാട്ടിലെ വലിയ കള്ളുടിയനായാൽ ആരെ ചിറ്റ പറയും? ആരെ കുറ്റം പറയും? ആരെ കുറ്റം പറയും? മൂല്യരെ കുറ്റം പറയും. മൂല്യർ എങ്ങനെ കുട്ടി കുറ്റം പറയാം? ആ കുട്ടി പാഠം പഠിച്ചില്ലെങ്കിൽ കുറ്റം പറയാം. അതിനി ക്ലാസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി കൊടുക്കേണ്ടത് ബാപ്പയാണ്. ബാപ്പയാണ്. ഉമ്മയാണ്. ബാപ്പയാണ്, ഉമ്മയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മദ്രസയിലെ പാഠം കടലാസിലെ പുലിയാണ്, പുല്ലൊന്നുമില്ല. അതിനെ ജീവിതത്തിലേക്ക് പകർത്തി കൊടുക്കേണ്ട ബാപ്പയും ഉമ്മയാണ്. ബാപ്പ നന്നാകാത്ത കാലത്തോളം കുട്ടികൾ നന്നാവൂല, ഉമ്മ നന്നാകാത്ത കാലത്തോളം കുട്ടികൾ നന്നാവൂല. വയറിൽ അവസാനിച്ചു, വയറിൽ കഴിഞ്ഞു, നിങ്ങൾക്ക് ചോറും കിട്ടി, ഇനി പോയിക്കൂടെ? അല്ല, വയറിൽ കഴിഞ്ഞ് ഇതന്നെ വയറിഞ്ഞ്, ഇതിനപ്പുറം ഒരു വയറിലൊന്നും പറയാനില്ല. തെൽസമാത്തിനെ പറ്റി പറയും, കാപ്പണി മുക്കാ ചൊറുക്കും എന്ന് പറയും പോലെ വയറ് കഴിഞ്ഞ് ചോർക്കൂട്ടൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്കെൽട്ടൻ വാർപ്പ് കഴിഞ്ഞു. ഇതന്നെ വയറ്. മദ്രസയിലായേക്കും അത് ചായപ്പൊടി വാങ്ങാൻ കുട്ടികളെ പറഞ്ഞേക്കും പോലെയാണ്.
ചായപ്പൊടിയും പഞ്ചസാര ഇല്ലാതെ പിറ്റേന്ന് രാവിലെ എന്തിനു കഴിയൂല? പറയും മനുഷ്യന്മാരെ. ഇനി ഇതിനപ്പുറം ഒരു ഉദാഹരണം എനിക്കതിൽ പറയാൻ കഴിയില്ല. ചായപ്പൊടി പിറ്റേന്ന് രാവിലെ ചായ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? വൈകുന്നേരം കുട്ടികളെ പൊടി പറഞ്ഞേക്കണം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നാളെ നന്നാകണമെങ്കിൽ അവരെന്ത് വേണം? റൂട്ട് ക്ലിയർ ആക്കി കൊടുത്താൽ മതി. റൂട്ട് അവരിൽ അധിഷ്ഠിതമാണെങ്കിൽ പാഠം പഠിക്കണം. അപ്പം നമ്മൾ മദ്രസയിൽ പറഞ്ഞേക്കും, സ്കൂൾ പറഞ്ഞേക്കും. പക്ഷേ അതിനെ ക്ലാസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി കൊടുക്കേണ്ടത് ആരാ? ബാപ്പയാണ്. ബാപ്പ വൈകുന്നേരമായ കള്ളുടിയനാണ്. ബാപ്പ വൈകുന്നേരമായ കാലിൽ അമൽഫാണ്. കുട്ടിക്ക് മദ്രസയിൽ റാങ്കുമാണ്. നന്നാവൂല. ഉമ്മ എവിടെയാണ് അറിയില്ല. ഉമ്മ ഒന്നാട് പോയി ഇന്നോട് പോയി മൊബൈൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ട് അങ്ങനെ താനൂർ അങ്ങാടി കൂടി നടക്കുന്നുണ്ട്. പഴയ കാലത്ത് ആടുകളായിരുന്നു അങ്ങനെ നടന്നിരുന്നത്. ചിന്തിക്ക്. ഇന്ന് ആചാര്യ ഉമ്മയാണെങ്കിൽ ആ ഉമ്മാന്റെ കുട്ടി മദ്രസയിൽ റാങ്ക് വാങ്ങിയോണ്ട് നന്നാവൂല. അതിനൊരു കടലാസ് കിട്ടും. റാങ്കിൽ ഹോൾഡറാണ്. കടലാസിലെ പുല്ലുക്കാലം വരെ തിന്നിട്ടില്ല. നമ്മളെ കുട്ടികളെ നമ്മൾ നന്നാക്കാതെ അവർക്ക് ജീവിതത്തിൽ നന്മ പഠിയൂല. മനസ്സിലായോ പറഞ്ഞത്? മെഡിക്കൽ സ്റ്റോറിൽ ഇഞ്ചക്ഷന് മരുന്നുകൊണ്ട് നോക്കും. ഡോക്ടർ കുത്തണ പണി മെഡിക്കൽ സ്റ്റോറേക്കാരനല്ല. അതാർക്കാണ്? ചങ്ങാതി ഡോക്ടർക്കാണ്. ഇവരെ പണി മെഡിക്കൽ സ്റ്റോറിന്റെ പണിയാണ്. ഡോക്ടർ പണി നിങ്ങളെ പണിയാണ്. കുത്തിയോട് കയറ്റാണ്. ഇഞ്ചക്ഷൻ അവിടെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ച് ദിനം മാറിയില്ല. ഇനി മെഡിക്കൽ സ്റ്റോർ എന്ത് ഉത്തരവാദിയാ? നിങ്ങൾക്ക് പറഞ്ഞത് ഇനിയിപ്പോൾ ഇതിനപ്പുറം ഉപമ എനിക്ക് പറയാൻ അറിയില്ല. നിങ്ങളിവിടെ സ്ഥലത്തില്ലേ? ഇവര് മെഡിക്കൽ സ്റ്റോറുകാരാണ്. ഇവര് ആ കാൽപോളി ചോദിച്ചാൽ കാൽപോളി കൊടുക്കും. പാരസെറ്റമോൾ ചോദിച്ചാൽ മോൾ കൊടുക്കും. മോന് ചോദിച്ചാൽ മോൻ കൊടുക്കും. മനസ്സിലായില്ല? ഇവരെ കയ്യിൽ പാരസെറ്റമോളും മോനും ഒക്കെ ഉള്ളൂ. ഇനി അത് കുത്തിയാണ് കയറ്റേണ്ടത് നിങ്ങളാണ്. നമ്മളെ മക്കളെ ഡോസ് മനസ്സിലാക്കി നമ്മൾ കുത്തിയാണ് കയറ്റിയാൽ നമ്മൾ കുട്ടികൾ നന്നാവും. ഇല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ ഏത് മദ്രസയിൽ റാങ്ക് ഉണ്ടായിട്ടും കാര്യമല്ല. നമ്മൾ തന്തിയും തള്ളിയും നന്നാകാത്ത കാലത്തോളം മക്കൾ നന്നാവൂല. അതന്നെ. അതിന് കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമല്ല. പാണക്കാട്ട് പൂക്കോയക്ക് 4-5 മക്കളുണ്ടായി. ഒന്ന് വടക്കായില്ലല്ലോ. എന്തേ മദ്രസയിൽ പഠിപ്പിച്ച് പാണക്കാട് പൂക്കോയല്ല. അത് അന്നത്തെ ഏതോ മൊല്ലൊക്കെയാണ്. പക്ഷെ അത് ക്ലാസ്സിലാക്കി കൊടുത്ത് പൂക്കോയാണ്. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല? ഞമ്മക്കുണ്ടായതുപോലെ പാണക്കാട്ടെ പൂക്കോയക്കുണ്ടായിട്ടുണ്ടല്ലോ കുറെ. ഒറ്റ നാശായില്ലല്ലോ. ഇന്ന് ഈ നാട്ടിലെ ഏത് നന്മക്ക് മുന്നിൽ അവരുണ്ടല്ലോ ഇല്ലേ? കുട്ടി എന്തിനാ ബേജാറാണ്? എന്തിനാണ് മോരിന് കൊണ്ടുപോണ പാത്രം എന്തിനാ പിന്നാക്കം പിടിക്കണേ? ധൈര്യമായിട്ട് പറയാ. ഓരെന്നെ നല്ല കുട്ടികള്. പാണക്കാട്ടെ പൂക്കോയന്റെ മക്കളെ മേലെ മക്കളൊന്നും ഇവിടെ ഒരു കൂത്തുൽ കുലുബില്ല. ഉണ്ടെങ്കിൽ പേരാണ് പറയാ. റാമത്തുള്ള ഇരുത്തോനെ പൂക്കോയനെ മക്കൾ എന്നോട് വലിയ കുട്ടികള്. പൂക്കോയനടുത്ത് വലിയ പാപ്പ. അള്ളാഹു തആല അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അതന്നെയാണ്. പൂക്കോയന്റെ മക്കളെ മേലെ മക്കൾ ഇവിടെ ഇല്ല. പൂക്കോയന്റെ മോനാണ്. കേരളത്തിൽ 1000കണക്കായ മഹല്ലുകളിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കണേ പൂക്കോയന്റെ മകനാണ് വരണം. സത്യം മനസ്സിലായില്ലേ? എന്നാ ഈ കുട്ടിക്ക് മദ്രസ പഠിപ്പിച്ച പൂക്കോയാണോ? അല്ല, അത് അന്നത്തെ മൊല്ലാക്കിയാണ്. പക്ഷെ അത് ക്ലാസ്സിലാക്കി കൊടുത്തത് പൂക്കോയാണ്. ആ കുട്ടിയാണ് നന്നായി. നിങ്ങളെ മജ്‌ലിസുന്നൂറിയല്ലേ? ഈ മജ്‌ലിസുന്നൂറിനെ പറ്റി പണ്ടൊരിക്കൽ തങ്ങളോട് ഒരാൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ മജ്‌ലിസുന്നൂറിന് കൽപ്പന കൊടുത്തത്? അപ്പോൾ പറഞ്ഞ് ബദരീങ്ങൾ അസ്മാവിന് വലിയ വില ഉണ്ടെന്ന് ബാപ്പാന്റെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കി. ബാപ്പ ഒരിക്കൽ ഞങ്ങളെ എന്ത് ചെയ്യും? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞങ്ങളെ കിടത്തിയിട്ട് മജ്‌ലിസുന്നൂർ പിന്നെ എന്ത് ചെയ്യും? അസ്മാവ് ബദർ ഓതിയിട്ട് ഞങ്ങളെ ഇക്കാക്കാനി ഞങ്ങളെ കുട്ടികളെ മന്ത്രിക്കും. ബാപ്പ നേരത്തെ വൈകിപ്പോലും വരികയാണെങ്കിലും ആ ദിവസം മന്ത്രിക്കാതെ ബാപ്പാന്റെ റൂമിക്ക് പോവില്ല. മനസ്സിലായില്ല? ഞങ്ങൾ മയ്യുറക്കം ഉറങ്ങി പകുതി മുക്കാൽ ഭാഗം ഉറങ്ങിയ ഉറക്കത്തിലും ഞങ്ങളെ കട്ടിൽമ ഇരുന്നിട്ട് ബാപ്പ ഞങ്ങളെ അസ്മാവ് ബദർ ഓതിയിട്ട് മന്ത്രിക്കണ ഞങ്ങൾ നട്ടപ്പാതിരൊക്കെ കേൾക്കാറുണ്ട്. ആ ഓർമ്മ കൊണ്ടാണ് നാട് നന്നാകാനുള്ള ഏറ്റവും നല്ല പണി മജ്‌ലിസുന്നൂറാന്ന് എനിക്ക് മനസ്സിലായത്. ആര് പറയാ? ഹൈദർ റിഷാബ്. അപ്പോൾ ക്ലാസ്സിലാക്കി കൊടുത്തത് ആരെന്നെയാണ്? പൂക്കോയാണ്. ആ കുട്ടികൾ പേക്കൂല.
മനസ്സിലായോ പറഞ്ഞത്? ഇനി വർത്താനം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായ നമ്മളെ കുട്ടികൾ നന്നാവും. പിന്നെ മദ്രസയിൽ പറഞ്ഞേക്കണം. അതെന്ത് ഷർത്തും പറലൊക്കെ പഠിക്കണമെങ്കിൽ അല്ലാതെ പോകാനല്ല. പിന്നെ ഇവർക്ക് ആകെ കിട്ടുക മദ്രസയിൽ കുട്ടികളെ 1.5 മണിക്കൂറാണ്. അതിലൊരു മൂത്രം മാത്താനും വിടണം, ഒരു അറ്റൻഡൻസ് കൊടുക്കണം. മനസ്സിലായില്ല? തന്നെ അതിൽ കൂടുതൽ 1 മിനിറ്റ് ഏറെ എടുത്താൽ അത് വലിയ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പാഠം ഒപ്പിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുള്ളൂ. അത് അവർ ചെയ്യുന്നതിന് അൽഹംദുലില്ലാ വലിയ പണിയാണ്. ഇനി അത് ജീവിതത്തിൽ പകർത്തേണ്ടത് ബാപ്പാൻ്റെ ഉമ്മാൻ്റെ ഉത്തരവായിട്ടാണ്. ഒറ്റ കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ നോക്ക്, നേരം വൈകി. നിങ്ങൾക്ക് നേരം വൈകിയാലോ അല്ലേ? ഒറ്റ വാക്കും കൂടി പറയട്ടെ. എന്ത് ചെയ്യണം? فلا ينجو منها إلا من دعا كدعاء الغريق في البحر. ബാപ്പയും ഉമ്മയും നട്ടപ്പാതിരക്ക് എണീറ്റ് അള്ളാഹിനോട് പറയണം, അല്ലാ ഞങ്ങളെ കുട്ടികളെ നന്നാക്കണം, അല്ലാ ഞങ്ങളെ കുട്ടികളെ നന്നാക്കണം, അല്ലാഹ്ക്കല്ലാതെ ഒരാളെ നന്നാക്കാൻ കഴിയൂല. അള്ളാഹു നന്നാക്കി തരട്ടെ. അതിന് ആ നേരത്തെ കള്ളും കുടിച്ച് വീണ് കിടക്കണ അവസ്ഥയാണെങ്കിൽ എന്ത് തഹജ്ജുദ് നിസ്കാരം? 5 വക്ത് നിസ്കരിച്ചിട്ട് അതിൻ്റെ പുറമെ എന്ത് ചെയ്യണം? 5 വക്ത് നിസ്കാരം ഇല്ലാത്തവൻ എന്ത് തഹജ്ജുദാ? തഹജ്ജുദ് സുന്നത്തല്ലേ? സുന്നത്തെടുക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഫർള് വേണ്ടേ? തലയിൽ കെട്ടണ സുന്നത്ത് ഉണ്ടാക്കണമെങ്കിൽ തുണി എടുക്കണ്ടേ? നിങ്ങളിവിടെ ഉണ്ടാവോ? പറയും മനുഷ്യന്മാരെ, തലയിൽ കെട്ട് സുന്നത്താകണമെങ്കിൽ ആദ്യം എന്ത് വേണം? പറയും മനുഷ്യന്മാരെ, തലയിൽ കെട്ടണ സുന്നത്ത് എടുക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? തുണി എടുക്കണം. ഒരുത്തൻ എന്തായില്ല, തുണിയൊന്നും മുമ്പ് നോക്കിയില്ല, സുന്നത്ത് വിടണ്ട, തലയിലണ്ട് കെട്ടി. അതിന് പിരാന്ത് എന്നാ പറയാ. അപ്പൊ 5 വക്ത് നിസ്കരിച്ചോനെ തഹജ്ജുദ് തന്നെ ഉള്ളൂ. 5 വക്തിന് പുറമെ രാത്രി എണീറ്റ് ചെയ്യുന്നതാണ് എന്ത്? തഹജ്ജുദിൽ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കയ്യാണ് പൊന്തിച്ചിട്ട് പറയാം, റബ്ബേ എനിക്കും എൻ്റെ കുട്ടികൾക്ക് ഹലാലായ ഭക്ഷണം തരണം, ഇനി എൻ്റെ കുട്ടികളെ സ്വാലിഹായി ജീവിച്ച് മരിപ്പിക്കണം എന്ന് എല്ലാ രാത്രിയും തന്തയും തള്ളയാണ് പറഞ്ഞാൽ അർശിൻ്റെ രാജാവ് കരുണുള്ളവനാണ്, അങ്ങനെ വിധിക്കും. ഇന്ന് വാല് വളഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വാല് ലെവലാവും. വാല് ലെവലാക്കാൻ ആർക്കേ കഴിയുള്ളൂ? നട്ടപ്പാതിരക്ക് എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് ചെയ്ത ദുആ ഒരിക്കലും അല്ലാഹു തആല തള്ളൂല. അങ്ങക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതന്നെ മാർഗം, ഇതന്നെ മാർഗം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വലിയ വയലൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് നാടൻ വർത്താനങ്ങളോട് പറഞ്ഞത്. കാരണം നിങ്ങൾ ഇന്നെപ്പോലെ നാടന്മാരാന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ നാടൻ വർത്താനങ്ങളോട് പറഞ്ഞത്. നന്നാകാൻ നോക്കുക. നന്നാകണമെങ്കിൽ ഉണ്ടാവണം, നല്ലവരെ കൂട്ടത്തിൽ കൂടണം. ഇനി ബാപ്പയും നമ്മളൊക്കെ നന്നാവുക. ഞാനൊരു കുട്ടികളെ വാപ്പയാണെങ്കിൽ എനിക്ക് നല്ലവരോട് ബന്ധമുണ്ടാവണം. ചന്ദ്രന് വെളിച്ചം ഉണ്ടാവണമെങ്കിൽ സൂര്യൻ്റെ വെളിച്ചം കിട്ടണം. സൂര്യൻ്റെ വെളിച്ചം ഉണ്ടാവണമെങ്കിൽ അള്ളാഹ് കൊടുക്കണം. മനസ്സിലായില്ല? എനിക്ക് എവിടുന്ന് വെളിച്ചം കിട്ടി? എനിക്ക് വെളിച്ചം കിട്ടിയത് എവിടുന്ന്? എനിക്ക് വെളിച്ചം കിട്ടി അങ്ങനത്തെ സ്വാലിഹ്യങ്ങളോട് ബന്ധമുണ്ടെങ്കിൽ വെളിച്ചം കിട്ടും. ചിന്തിക്ക്. സ്വാലിഹ്യങ്ങളോട് ബന്ധം വേണം, മുത്തഖീങ്ങളോട് ബന്ധം വേണം. സ്വാലിഹ്യങ്ങളെ ഇടക്കിടക്ക് പോയി കാണുകയും ദുആ ചെയ്യിപ്പിക്കുകയും വേണം. എൻ്റെ കുട്ടികൾ നന്നാകാൻ വേണ്ടി തങ്ങളെ ഒന്ന് ദുആ ഇറക്കണം. ജിഫരി മുത്തുക്കോയ തങ്ങളെ കണ്ടു. അപ്പോൾ ഒന്ന് പറഞ്ഞു, തങ്ങളെ എൻ്റെ കുട്ടികൾ 3-4 മക്കളുണ്ട്, നിങ്ങൾ ദുആ ഇറക്കണം. അൽഹംദുലില്ലാ. തങ്ങൾ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പേരക്കുട്ടി ഒരു സയ്യിദാണ്. അങ്ങനെ വേറെയും സയ്യിദന്മാരുണ്ട്. അവരൊക്കെ ദുആക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ അലിയാര മക്കളാണ്, അവർ ഫാത്തിമ ബീവിയുടെ മക്കളാണ്, മുസ്തഫ നബിൻ്റെ പേര മക്കളാണ്. അള്ളാഹു അവരെ ദറജയേറ്റ് കൊടുക്കട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. കണ്ടവരോടൊക്കെ പറഞ്ഞു എൻ്റെ കുട്ടികൾ എന്നാവാൻ ദ്വാരക്കി. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ജനങ്ങളെ. അള്ളാഹിൻ്റെ പൊരുത്തത്തിലായി നമ്മളെ ജീവിപ്പിക്കട്ടെ. 3-4 വിഷയമാണ് ഇന്നത്തെ ദിവസം ഞങ്ങളോട് പറഞ്ഞ്. 1, ഒരു കാരണവശാലും മദ്യം തൊടാൻ പാടില്ല. ദുനിയാവും നാശവും ആഖിറം നാശവും എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇനി ആരെങ്കിലും എൻ്റെ ചെറുപ്പക്കാരിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളെ, അതിനേക്കാൾ അഡിക്ഷൻ അല്ലടാ ചായ, അതിനേക്കാൾ കുടിച്ചതല്ലടാ ചായ. അഡിക്റ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ ഇന്നത് മാറ്റാൻ നമുക്ക് കഴിയും. ഇന്ന് മാറ്റാൻ കഴിയും. നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ കഴിയും. ഞാൻ കുട്ടിക്കാലത്ത് ഈ ചെറുപ്പക്കാരൊക്കെ കൂടെ നമ്മൾ പഠിക്കുന്ന കാലത്ത് സിഗരറ്റ് വലിച്ചിരുന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് പഠിക്കാൻ പോയി നോക്കുമ്പോൾ നമ്മളെ ഭക്ഷണമൊന്നും അവിടെ കിട്ടൂല. അപ്പം നമ്മൾക്ക് ഭക്ഷണത്തിന് പിടിക്കൂല. അപ്പോൾ സിഗരറ്റ് വലിക്കും. ഒരു ദിവസം രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് സിഗരറ്റ് വലിച്ചപ്പോൾ തല മിന്നി.
അപ്പോൾ ഇങ്ങനെ തോന്നി ഈ സിഗരറ്റ് വലിച്ചാൽ മിക്കവാറും ഇനി കുഴിച്ചിടൽ ഇവിടെ ഉണ്ടാവുള്ളൂ, ഇത് ഇനി നാട്ടിലേക്ക് എത്തൂല എന്ന് മനസ്സിലാക്കി. അത് 988. 988 കഴിഞ്ഞിട്ട് ഇപ്പം എത്ര കൊല്ലായി? എത്ര കൊല്ലായി? 40 ആയിട്ടില്ല. എത്രയായി? 98, 30 കൊല്ലം കഴിഞ്ഞു. ഈ 30 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒരു സിഗരറ്റ് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടില്ല. എന്തേ? മനസ്സുകൊണ്ട് ഒഴിവാക്കി. പിന്നെ ആ സാധനമില്ല. അക്കാലത്തൊക്കെ കല്യാണത്തിന് പോയാൽ സിഗരറ്റ് ഫ്രീ കിട്ടും. നമ്മൾ ഒഴിവാക്കിയതാ. പിന്നെ ആ സംഗതി ഒഴിവാക്കി, പിന്നെ തൊട്ടില്ല. അപ്പം ഏത് സാധനം അഡിക്റ്റ് ആയാലും നമ്മളെ മനസ്സിനെ വൃത്തിയാക്കിയാൽ അത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കള്ള് കഞ്ചാവ് പോലത്തതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നന്നാകൽ നടക്കൂല. അത് നന്നാക്കൽ നടക്കൂല. മൂത്രം കൊണ്ട് ഒന്നു കൊടുത്തിട്ട് പിന്നെ നിസ്കരിക്കൽ നടക്കൂല. കള്ളുടിച്ചുകൊണ്ട് പിന്നെ സാലിയാകൽ നടക്കൂല. ആദ്യം എന്തൊഴിവാക്കണം? കള്ളം ഒഴിവാക്കണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ആരെങ്കിലും അതിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വർജിക്കണമെന്ന് ഞങ്ങളോട് പറയുന്നു. കള്ളിൽ നിന്നാണ് എല്ലാ തിന്മകളും വളർന്നുണ്ടാവുക എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ ഞങ്ങളോട് പറഞ്ഞത് സ്വർഗ്ഗങ്ങളെ വീട്ടിൻ്റെ മുറ്റത്തുണ്ട്. ഒന്ന് ബാപ്പാനെ പോറ്റിയാൽ കിട്ടും. മനസ്സിലായില്ലേ? പിന്നെ ഉമ്മാനെ പോറ്റിയ ബാപ്പ സ്വർഗത്തിൻ്റെ നടുവിലെ വാതിലാണ്. ഉമ്മാന്റെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ഭാര്യയോട് മാന്യമായി പെരുമാറണം. അവരെ തല്ല, ചീത്ത പറയാം. അവരെ 3-ാം ദിവസം തൊലാക്കില്ല. ഒരു തൊലാക്ക് പോലും ചെല്ലിയാൽ അള്ളാഹിന്റെ അർശ് വറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെണ്ടോ 3 തൊലാക്ക്. ഒരു തൊലാക്ക് ചെല്ലിയാലും അള്ളാഹുവിന്റെ അർശ് വറക്കും. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഒരു തൊലാക്ക് ചെല്ലിയാൽ പോലും അള്ളാഹിന്റെ അർശ് വറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതേപോലെ തന്നെ അമ്മോശാക്ക, അമ്മായിമ്മ, അവരൊക്കെ നമുക്ക് വാപ്പയമ്മയാണ്. മാന്യമായി പെരുമാറണം. ഹലാലായ ഭക്ഷണത്തിന് നേരം വെളുത്ത് പോയിട്ട് പെണ്ണുങ്ങളെയും കുട്ടികളെയും ബാപ്പാനെയും ഉമ്മയും പോറ്റിയാൽ തന്നെ ചെറുദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ മക്കളെ നന്നാക്കുക. എന്താണ് മക്കളെ നന്നാക്കാനുള്ള മാർഗം? മദ്രസയെ പറഞ്ഞേക്കൽ അതിൻ്റെ ഒരു ഭാഗികമായ വഴിയാണെങ്കിലും പൂർണ്ണമായ വഴിയല്ല. പൂർണ്ണമായ വഴി മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന പാഠം ബാപ്പയും ഉമ്മയും ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാ രാത്രിയും ബാപ്പയും ഉമ്മയും തഹജ്ജുദ് നിസ്കരിക്കുന്ന ബാപ്പയും ഉമ്മയാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ഉറങ്ങിയാലും ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ അവരെ മണ്ടേക്ക് കയറും. എൻ്റെ നട്ടപ്പാതിരക്ക് തഹജ്ജുദ് നിസ്കരിച്ച് കരഞ്ഞിരുന്നൊരു ഉമ്മയും ബാപ്പയും എനിക്കുണ്ടായിരുന്നു. പഠിച്ചോനെ ഞാൻ നന്നാകണമല്ലോ എന്ന് അവരെ മനസ്സിലുണ്ടാവും. അവർ മാറും. നമ്മൾ നന്നാകാത്ത കാലത്തോളം മക്കളെ നന്നാക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത്യാദി കാര്യങ്ങൾ ഗൗരവമായി ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നും ജീവിതത്തിൽ പകർത്തണമെന്നും എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സാലിഹ്യങ്ങളോട് ബന്ധപ്പെടണമെന്നും നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അള്ളാഹിൻ്റെ പൊരുത്തത്തിൽ എല്ലാവരും ആക്കി തരട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതിന് പ്രയാസത്തിലും എനിക്ക് ദ്വാരക്കാതെ പോകരുത് കേട്ടാ. ആയിക്കോട്ടെ. അള്ളാഹു താല ഷിഫ തരട്ടെ. അള്ളാഹു ഷിഫ തരട്ടെ. 2 വയസ്സായ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ കാരണം ഷിഫ ആക്കാൻ പറഞ്ഞു. പിന്നെ വള്ളക്കാർ അവർ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു താല ഷിഫ തരട്ടെ. അള്ളാഹു ഷിഫ എല്ലാവർക്കും വേണ്ടിയും ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറത്തി സയ്യിദിനാ വസയ്യിദിൽ ഖൗം അബുൽ അബ്ബാസ് അൽ ഖദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം വഇലാ ഹളറത്തി അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വത്വൽഹ വസുബൈർ വസഅദ് വസഈദ് وأبي عبيدة وعبد الرحمن بن عوف وإلى حضرات أصحاب رسول الله البدرين والوحدين وخواص عباد الله الصالحين وإلى حضرات آبائنا وأمهاتنا وأجدادنا وجداتنا وسائر علمائنا وأمرائنا وساداتنا الموتى كلهم أجمعين خصوصا منهم താനൂരാക്കിയ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കം എല്ലാവർക്കും അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. لي خمسة وطفي بها حر الوباء الحاطمة المصطفى والمرتضى وبنهما والفاطمة. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صل وسلم دائما أبدا سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا. وأنت تطلع بيننا في الكواكب كالبدر بل وأشرف منه يا سيدي خير النبي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. أنت منجينا غدا من شفاعتك الصفا سيدي خير النبي. ارتكبت على الخطأ غير حصر وعداد لك أشكو فيها سيدي خير النبي. إننا نرجو إلى كأس حولك للعطش يوم نشر كتابه يا سيدي خير النبي. الشفاعة هب لنا القيامة مسبقا وإلنا سيدي خير النبي. الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا. അതിനൊക്കെ പുറമെ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ മാർഗത്തിൽ തന്നെ ജീവിക്കുക. സുന്നത്ത് ജമാഅത്തിനെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പരാജയപ്പെടും. ബിദ്അത്തിന്റെ കക്ഷികൾ ദുനിയാവിൽ വലിയ പരാജയക്കാരാണ്. അവരുടെ പരാജയം പിന്നീട് അവർക്ക് ബോധ്യപ്പെടും. ഇൻഷാ അല്ലാഹ് ആയിരക്കണക്കായ ഇമാമിയങ്ങൾ എഴുതിയ കിതാബ് സത്യമായി പുലരുക തന്നെ ചെയ്യും. വഹാബി മൗദൂദി കക്ഷികളെല്ലാം പരാജയത്തിൻ്റെ കക്ഷികളാണ്.
അതിന്നല്ലെങ്കിൽ നാളെ അവർ മനസ്സിലാക്കേണ്ടി വരും. അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. അവരെയും പരാജയപ്പെടുത്തണമെന്നൊന്നും നമുക്കില്ല, പക്ഷേ അത് പരാജയത്തിൻ്റെ മാർഗമാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. അഹ്ലുസുന്നത്ത് വൽ ജമാഅയാണ് ഹക്കായ മാർഗം. ആ മാർഗത്തിന് വേണ്ടി, അതിൻ്റെ മാർഗത്തെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പരിശുദ്ധമായ സംഘടനയാണ് സമസ്ത കേരളത്തുൽ ഉലമ. അതിൻ്റെ കൂടെ എല്ലാവരും ഉറച്ചു നിൽക്കുകയും സമസ്തയെ എല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യണമെന്നും ഈ സന്ദർഭത്തിൽ അതിൻ്റെ ഒരു എളിയ ഖാദിം എന്ന നിലയിൽ നിങ്ങളോടെല്ലാവരോടും അറിയിച്ചു.